ബന്ധങ്ങളെല്ലാം ബന്ധനം മായകളല്ലോ ബന്ധങ്ങൾ സ്നേഹമെല്ലാം ബന്ധനം കുമിളകളല്ലോ സ്നേഹങ്ങൾ കഞ്ചനക്കുട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം കാഴ്ചക്കുട്ടിലെ സിംഹത്തിനും ബന്ധനം ബന്ധങ്ങളെല്ലാം ബന്ധനം മായകളല്ലോ ബന്ധങ്ങൾ സ്നേഹമെല്ലാം ബന്ധനം കുമിളകളല്ലോ സ്നേഹങ്ങൾ കുടുംബത്തിൽ ദുഃഖം അലിഞ്ഞു ചേരും കുടുംബത്തിൽ ദുഃഖം അണപൊട്ടിയൊഴുകും കൂട്ടുകുടുംബത്തിൽ. ഹലോ ചിത്തുഭായ്, ഞാൻ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാം. ശരി, ഓക്കെ. എവിടേക്കാ? ബീച്ച് റോഡിലേക്കാ. കയറിക്കോ, അയാളാ എവിടേക്കാ? ഹലോ ചിത്തുഭായ്, ഞാനിതാ വന്നോണ്ടിരിക്കുക. ഹലോ, ഇത് ബീച്ച് റോഡിലേക്കുള്ള വഴിയില്ലല്ലോ, വഴി മാറിയില്ലേ? ഹലോ ചിത്തുഭായ്, എന്താ എന്താ പ്രശ്നം? ഇവിടെ ഹലോ ഹലോ ചിത്തുഭായ്, 4715. ഇതേതാ നമ്പർ? ഇതാരുടെ നമ്പറാ? ഹലോ ഹലോ ഹലോ. അയ്യോ മാളവിക, എന്താ? ഹലോ മാളവിക, എന്താ പ്രശ്നം? അയ്യോ വിട് വിട്. ഹലോ ഹലോ ആനന്ദ്, എടാ നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല. എന്താ ചിത്തുഭായ്? KL11 AK 4715. എടാ ആ നമ്പറുള്ള ബസ്സേ, അതിന് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഒരു മിനിറ്റ്. അതൊരു ദാമോദരന്റെ പേരിലുള്ള ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ? എന്താ ചിത്തുഭായ്? ഒന്നുമില്ല. ശരി, ഓക്കെ. ഹലോ വിഷ്ണു. ഹലോ ജിത്തുഭായ്, നീ ഒരു കാര്യം ചെയ്യ്, എത്ര പെട്ടെന്ന് കൊണ്ടുവാ. ഓക്കെ, ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. ഹലോ നയന. ഹലോ ജിത്തുഭായ്, നമുക്ക് മാളവികയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഹലോ ശ്രീത്തെ. ജിത്തുഭായ്, മാളവികയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, നീ ഒന്ന് നോക്ക്. ശരി ശരി, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഹലോ കാർത്തിക്. ഹായ് ജിത്തുഭായ്. എടാ മാളവികയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്ന് സെർച്ച് ചെയ്യ്. ജിത്തുഭായ്, ബാങ്ക് കയറ്. എടാ നമുക്ക് ആദ്യം തന്നെ ബീച്ച് റോഡ് പോയി സെർച്ച് ചെയ്യാം. അയ്യോ ചിത്തുഭായ്, ചിത്തുഭായ്, ചിത്തുഭായ് എന്നെ രക്ഷിക്ക്, ചിത്തുഭായ് രക്ഷിക്ക്. വിടടാ, വിട് ചിത്തുഭായ്, രക്ഷിക്ക്.
അയ്യോ മാപ്പാക്കണം. മാപ്പർഹിക്കുന്ന തെറ്റല്ല നീ ചെയ്ത്. വിളിയടാ പോലീസിനെ. എടാ നീ ഓർത്തോ, ഇതെല്ലാം വെറും താൽക്കാലികമാണ്. നിനക്കൊന്നും എന്നെ പോലീസിന്റെ പൂട്ടുകൊണ്ട് പൂട്ടാനാകില്ല. ഞാൻ പൂട്ടിയിരിക്കും. കാരണം ജിത്തുബായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ മീൻസ് ഐ ആം പോസിബിൾ. നമുക്ക് കാണാം. അളിയച്ചാരെ, കളിയൊന്നും ഈ മണ്ണിൽ വേണ്ട. ഇത് ജിത്തുബായിയുടെ മണ്ണാണ്. ജിത്തുബായി നടക്കുന്നതേ പറയൂ, പറയുന്ന സംഭവിക്കും. എടുക്കടാ വണ്ടി. ലക്ഷ്മി, ലക്ഷ്മി, നിങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരത്തെ വന്നോ? PSCയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. നിന്റെ മകൻ ജിതേന്ദ്രന്റെ പേര് അതിലില്ല. ജിത്തുബായി വേറെയും ഗവൺമെന്റ് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അല്ല, നീ എന്തിനാ സ്വന്തം മകനെ ജിത്തുബായി എന്ന് വിളിക്കുന്നത്? ചേട്ടൻ അറിയാലോ, ലോകം മുഴുവനും ജിതേന്ദ്രനെ ജിത്തുബായി ജിത്തുബായി എന്നാ വിളിക്കുന്നത്. തുടർച്ചയായി ഇത് കേട്ട് ഞാനും അങ്ങനെ വിളിച്ചു പോകുന്നതാണ്. അവനെ ഇത്രയും വഷളാക്കി നീയാണ്. അമ്മ പ്രസവിക്കണം, അച്ഛൻ വളർത്തണം. നീ അവനെ മോശമായി വളർത്തി വളരെ വഷളായി. ഓ, ഏത് സമയം കൂട്ടുകാരോടൊപ്പം തല്ലും കൂടി നടന്നോടുണ്ട്. അവന് ലൈഫ് വേണമെന്നോ ഒരു സർക്കാർ ജോലി വേണമെന്നോ ഒരു ചിന്തയില്ല. ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ എന്താ? എന്റെ മോനൊരു ചോക്ലേറ്റ് കമ്പനിയുടെ ഏജന്റ് അല്ലേ. ഈയിടെ എല്ലാവരും അവനെ ചോക്ലേറ്റ് ബൈ എന്നാ വിളിക്കുന്നത്. അമ്മേ അറിഞ്ഞ PSCയുടെ പുതിയ ലിസ്റ്റ് വന്നു. എന്റെ പേരില്ല. ഇതെങ്ങനെ ആ പാര അറിഞ്ഞാൽ ബഹളം വെക്കും. ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ. രാത്രി പാര ഉറങ്ങിന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയൊന്നും മൊബൈലിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ വരാം. അച്ഛനെ പേടി ഉണ്ടല്ലേ? എന്ത് പേടി? ഒരു ചെറിയ ഭയം. അമ്മേ, ഇതാ ഒരു ചോക്ലേറ്റ്, വേഗം കഴിച്ചോ. ആ പാര എങ്ങനെ കണ്ടാൽ ഷുഗർ കൂടും എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കഴിക്കാൻ സമ്മതിക്കില്ല. അച്ഛനല്ല, പാരഗോപാലൻ. അച്ഛനിപ്പോ വന്നു. അച്ഛൻ വന്നിട്ടേ 10-15 കൊല്ലായി. വാക്കിത് പ്രയോഗിക്കുക, മീനെടുത്ത് കിടന്നുരുളുക. അപ്പൊ ജിത്തുബായിയുടെ അച്ഛന് ബായിയെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്ന വാശിയിലാണല്ലേ? വാശി ഇപ്പൊ എനിക്കുണ്ട്. ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടണ്ടേ? ബായി അറിഞ്ഞില്ലേ, മാളവിയുടെ കല്യാണം ഉടനെ ഉണ്ടാകും. മാളവികെ അതെപ്പോൾ? എന്റെ മുത്തശ്ശി കുഴിക്ക് കാലും നീട്ടിയിരിക്കുക. ഏത് നിമിഷവും തട്ടിപ്പോകുമെന്നാ പറയുന്നേ. അതിനു മുമ്പായി അവർക്ക് എന്റെ കല്യാണം കാണണത്രേ. ഒടുവിൽ അച്ഛൻ എനിക്ക് വേണ്ടി വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു മുത്തശ്ശി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ കല്യാണം എന്നേ കഴിഞ്ഞേനെ. ഈ ചോക്ലേറ്റ് ബായ്ക്ക് എല്ലാം ഒരു തമാശയാ. ദേ നോക്ക്, എനിക്ക് വെറും 17 വയസ്സേ ആയിട്ടുള്ളൂ. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലിയെല്ലാം കിട്ടിയിട്ട് മതി കല്യാണം എന്നാണ് എന്റെ ഐഡിയ. എന്റെ മാളവികെ, ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് വേണം കരുതാൻ. ദേ എന്റെയൊക്കെ ഒരു കാര്യം നോക്ക്. ഒരു ചേച്ചിയുണ്ട്, അവരുടെ കല്യാണം കഴിഞ്ഞാല് എന്റെ കാര്യം അച്ഛൻ പരിഗണിക്കൂ. നോക്ക് മോളെ, നിനക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ അച്ഛനോട് തീർത്തു പറ. 100 തവണ പറഞ്ഞു, എന്നിട്ടൊരു രക്ഷയില്ല. ജിത്തുബായി, നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണോ? വേണ്ട, ആരും ഇടപെടണ്ട. വിവാഹം എങ്ങാനും ഫിക്സ് ആയാൽ ഞാൻ തൂങ്ങിച്ചാവും, ഉറപ്പായും തൂങ്ങിച്ചാവും. മാളവികെ വേണ്ട, മനുഷ്യനവിടെ തീ തന്നുമ്പോ നിങ്ങൾക്കൊക്കെ തമാശയാ. നോക്കിക്കോ, ഒരു ദിവസം പത്രം തുറക്കുമ്പോൾ എന്റെ മരണവാർത്തയാകും നിങ്ങൾ അറിയുക. മാളവികെ, ഈ ജിത്തുബായി ഈ ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കെന്നല്ല എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല. നിന്റെ ഈ പ്രശ്നവും ഞാൻ തീർത്തിരിക്കും. കാരണം ജിത്തുബായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. Because the word impossible itself means I am possible. നമസ്കാരം, എന്നെ മനസ്സിലായില്ലേ? എടാ, നീ ആ മാങ്ങാത്തൊലി ചോക്ലേറ്റിന്റെ ഏജന്റ് ജിത്തുബായി അല്ലേ? മാങ്ങാത്തൊലി അല്ല സാർ, മാംഗോ ടേസ്റ്റി. മാംഗോ ടേസ്റ്റി. ഞാനൊരു 100 ചോക്ലേറ്റ് കൂടി അധികം തരട്ടെ സാറേ? എടോ, താൻ കഴിഞ്ഞ തവണ തന്നിട്ട് പോയ ചോക്ലേറ്റ് കാര്യമായിട്ട് സെയിലായിട്ടില്ല. അതൊക്കെ തീർന്നിട്ട് മതിയോടെ പുതിയത്. അതെന്തു പറ്റി സാർ? സാറ് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ തീരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലേ? ആവശ്യക്കാർ വന്ന് ചോദിച്ചാൽ കൊടുക്കാം. പിന്നെ ഓവറായി പ്രൊമോട്ട് ചെയ്യാനേ ആ സൂപ്പർ ഫ്ലവർ ചോക്ലേറ്റുകാരെ 20% തരുന്നത്. എന്റെ മുതലാളി വെറും 10% തരുന്നുള്ളൂ. സാറേ, അവരുടേത് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. വെറും അഡ്വർടൈസ്മെന്റ് കൊണ്ട് മാത്രം സെയിൽസ് നടത്തുന്നത്. എന്നാൽ ഞങ്ങളുടെ മാംഗോ ടേസ്റ്റി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി നൽകി ക്വാളിറ്റി മെച്ചപ്പെടുത്തി ചെയ്യുന്നതാണ്. അപ്പോൾ 10% സാറേ കമ്മീഷനായി തരാൻ പറ്റൂ. എടോ, ബിസിനസ് നടക്കണമെങ്കിലേ വാങ്ങുന്നവർക്കൊക്കെ എന്തെങ്കിലും ഓഫർ കൊടുക്കണം.
സാർ 5 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങുന്നവന് 5 കോടി രൂപയുടെ വിമാനം ഫ്രീ ആയി കൊടുക്കാൻ പറ്റുമോ? പലതും ഓഫർ കൊടുക്കാന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് പറ്റിക്കണം. ഇതൊക്കെ ബിസിനസിന്റെ ടെക്നിക്കല്ല ബൈ. ഇത്തരം തട്ടിപ്പ് പരസ്യങ്ങളിൽ ഞാനും എന്റെ മുതലാളി വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഗാന്ധിയൻ ചിന്താഗതിക്കാരാണ് സാർ. ഓരോ ഗാന്ധിയന്മാര് വന്നിരിക്കുന്നു. നിലവിലുള്ള സ്റ്റോക്ക് തീർന്നിട്ട് മതി പുതിയതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുള്ളൂ. ചേട്ടാ 2 സൂപ്പർ ഫ്ലവർ. അയ്യോ മോനെ, ആ ചോക്ലേറ്റ് ഒന്നും വാങ്ങല്ലേ. അതെന്തു പറ്റി? മോൻ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളൊന്നും വായിച്ചില്ലേ? ആ ചോക്ലേറ്റിനുള്ളിൽ നിന്നും ഒരു പുഴുവിനെ കിട്ടിയത്രേ. ചോക്ലേറ്റിൽ പുഴു? ആ അതാണ്. മോനൊരു മാംഗോ ടെസ്റ്റ് ചോക്ലേറ്റ് പറ്റി കേട്ടിട്ടില്ലേ? നല്ല സൂപ്പർ സാധനമാ, വാങ്ങി കഴിച്ചു നോക്ക്. എന്നാ 2 മാംഗോ ടേസ്റ്റ്. കണ്ടോ, ഇങ്ങനെ വേണം സെയിൽസ് നടത്താൻ. അതാണ് ജിത്തുബായ് സ്റ്റൈൽ. നീ ഞങ്ങളുടെ ചോക്ലേറ്റിനെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുകയാണല്ലേ? അത് പിന്നെ ഞാന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. നീ അത് വായിച്ചിരുന്നില്ലേ? പറയുമ്പോൾ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലല്ലോ. തുടങ്ങി. ചേട്ടാ, ചേട്ടനും ഈ ജിത്തുവിന്റെ തരിയിടയ്ക്ക് കൂട്ടി നിൽക്കരുത്. അതല്ല, ഇനി ഇത് തുടർന്നാ പിന്നെ ഈ ഷോപ്പിലേക്കുള്ള ചോക്ലേറ്റ് സപ്ലൈ ഞാൻ നിർത്തും. ഭാഗ്യം, രക്ഷപ്പെട്ടു. വേണ്ടടി, നിന്റെ കോപ്പിലെ ചോക്ലേറ്റ് ഈ ഷോപ്പിലേക്ക് വേണ്ട. എന്റെ കൃഷ്ണ, അങ്ങനെ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാനൊരു പാൽപ്പായസം കഴിപ്പിക്കാമേ. മോളെ സിനി. സിനിയല്ല, മിനി. ഇവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ കട ഉണ്ടാവില്ല. പോരെ? നിന്റെ മാങ്ങാത്തൊലി ചോക്ലേറ്റിന്റെ ഓണറോട് പറഞ്ഞേക്ക് അതിന് ഇനി അധികം ആയുസില്ലെന്ന്. ആയുസിന്റെ കാര്യമൊന്നും അധികം പറയണ്ട. അതെല്ലാം ഭഗവാൻ പരമശിവന്റെ കയ്യിലല്ലേ. ഇനി നീ ഈ മാങ്ങാത്തൊലിയും കൊണ്ട് ശിവാനി സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ? വേഗം ചെല്ല്. അവിടെ ചെന്ന് പരദൂഷണമെല്ലാം തുടങ്ങുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ഇതിന്റെ ബാക്കി അവിടെ വെച്ച്. പൊടി മത്തങ്ങ തളിച്ച്. പൊട മരമാക്കി. പൊടി ഉണ്ട കണിച്ച്. പൊട എലി. പൊടി പെരിച്ചായി. പൊട നീർക്കോലി. പൊടി കൊരങ്ങത്തി. പൊട കുറുക്ക. പൊട ഡോങ്കി. പൊട പൊട പൊട. ജിത്തുബായ് പറഞ്ഞ അതേ അവസ്ഥയാണ് എന്റേതും. പലപ്പോഴും സൂപ്പർ ഫ്ലവർ ചോക്ലേറ്റിന്റെ ഏജന്റുമാർ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ പിന്നെ ജിത്തുബായ് പഠിപ്പിച്ചു തന്ന ചില ടെക്നിക്കെല്ലാം വെച്ച് പിടിച്ചു നിൽക്കുന്നു. എന്ത് ചെയ്യാം, നമ്മൾ പാവങ്ങളായി പോയില്ലേ. പോരാത്തതിന് വിപണിയിൽ പുതുമുഖങ്ങൾ. താമസിയാതെ നമുക്ക് വിപണിയിൽ ഒരു ബ്രാൻഡ് ഉണ്ടാവും. എല്ലാവരും പരസ്യത്തിന്റെ പുറകെയാണ്. ഗുണം ആരും നോക്കുന്നില്ല. ഒരല്പം കൂടി പരസ്യം കൊടുത്താൽ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. എക്സ്ക്യൂസ് മീ, പപ്പിക്ക് ഈടെയായി ചോക്ലേറ്റ് ബിസിനസ്സിൽ നല്ല ഇംപ്രൂവ്മെന്റ് ആണല്ലോ. എന്താ രഹസ്യം? ക്രെഡിറ്റ് ജിത്തുബായിക്കാണ്. ബായ് പറഞ്ഞതുപോലെ ഞാൻ സ്വന്തം നിലയിൽ ചില ഓഫറുകൾ ഷോപ്പുകൾക്ക് നൽകി. അത് ശരിക്കും ഏറ്റു. ബിസിനസ്സും നടന്നു. ഒടുവിൽ ബിസിനസ് കഴിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? അവിടെയും ബായി പറഞ്ഞ ടെക്നിക് തന്നെ യൂസ് ചെയ്തു. വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ് ചേട്ടാ, അടുത്ത തവണ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. നീ ഒരു പെണ്ണായതുകൊണ്ട് ഇമാതിരി ടെക്നിക്കൊക്കെ ചെലവാകും. ഏതായാലും ബായിയോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തും ബായി പറഞ്ഞു തന്ന ചില കോപ്പിയടി തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഞാൻ ജയിക്കാറുണ്ട്. ഏതായാലും ജിത്തുബായി ആണ് എന്റെ ഹീറോ, സൂപ്പർ ഹീറോ. Dumpling, plucking, clicking, ding, ding. Every Sunday is the smiling day. Clicking, 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 dumpling, plucking, clicking, ding. Every Sunday is the smiling day. Music is the name of now. Puppy, your name is now. Music is a part of now. Mary is the result of now. You are my Jackson, Michael Jackson. You are my hero, superhero. Music is the name of now. Puppy, your name is now. Sing is a part of now. Mary is the result of now. You are my Jackson, Michael Jackson. You are my hero, superhero.
your eyes when you look at me. I love your lips when you kisses me. I love your sounds when you call at me. The name of love, love. Puppy, your name is love, love. Kissing is a part of love, love. Marriage is the result of love, love. You are my Jackson, Michael Jackson. You are my hero, superhero. അതെ, നമ്മുടെ ചിത്തുബായിക്ക് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പപ്പിയുമായി ഒരു ഇഷ്ടമുണ്ട്. നമുക്ക് ഈ ആലോചന ഒന്ന് പ്രൊസീഡ് ചെയ്താലോ? പപ്പിയോ? ഇതൊരു മാതിരി നായക്കുട്ടിയുടെ പേരാണല്ലോ. പേര് പപ്പിന്നാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. നീ കണ്ടോ? കണ്ടിട്ടില്ല. ജിത്തുബായി പറഞ്ഞു. നമുക്ക് ആ ആലോചന ഒന്ന് പ്രൊസീഡ് ചെയ്താലോ? എടാ, ഒരു ഗവൺമെന്റ് ഉദ്യോഗം ലഭിച്ചതിന് ശേഷം വിവാഹത്തെ കുറിച്ച് ചിന്തിച്ച പോരെ? ഈ ഭൂമിയിൽ എന്താ ഗവൺമെന്റ് ഉദ്യോഗം ഇല്ലാത്തവർക്കൊന്ന് കല്യാണം കഴിച്ചൂടെ? അവസാനം എന്റെ പെൻഷൻ കൊണ്ട് അവളെ പോറ്റാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഞാൻ തൂങ്ങി ചത്തോളാം. പോരെ മോനെ, നീ ഒന്ന് മിണ്ടാതിരിക്കേ. അവനൊന്ന് കല്യാണം കഴിച്ചു കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഞാനിപ്പോ എന്താ വേണ്ടേ? നിങ്ങൾ കൈയോടെ ആ പപ്പിയുടെ അച്ഛനെ വിളിച്ച് ഈ ഞായറാഴ്ച നമ്മൾ പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറ. ആ നമ്പർ താ. എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. അവൾക്ക് സമ്മതാണില്ലേ? എനിക്ക് 100 വട്ടം സമ്മതാ. ഓ ഓക്കെ, ശരി ശരി. അപ്പളേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? ഞങ്ങക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി തരണം. അപ്പൊ ഇത് അച്ഛനും അമ്മയ്ക്കും, വർഷയ്ക്കും രാജയ്ക്കും. മോൻ നല്ല പൈസ ചെലവാക്കിയല്ലോ. ഈ ഇടയായി നിന്റെ ബിസിനസ് എല്ലാം മോശാന്ന് പറഞ്ഞിട്ട്. അമ്മേ, ഉള്ളപ്പോൾ ഓണം, ഇല്ലാത്തപ്പോ ഏകാദശി. അതാണ് ചിത്തുബായി. ആ വാ 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 വാ. ആ ഇരിക്കെ. ആ ഇങ്ങോട്ട് ഇരിക്കെ. എന്ത്? ജിത്തുബായി എന്നെ പെണ്ണ് കാണാൻ വന്നെന്നോ? ആ, നീ അവൻ നല്ല സ്നേഹത്തിലാണെന്ന് അവൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. ജിത്തുബായി, എനിക്ക് നിങ്ങളോട് പ്രേമമാണെന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ, അപ്പോൾ ഈ ദുരുദ്ദേശം വെച്ചായിരുന്നല്ലേ ഇത്രയും കാലം എന്നെ സഹായിച്ചത്? ഈ ഒരു കഴുകന്റെ കണ്ണുകൊണ്ടാണല്ലേ നിങ്ങൾ എന്നെ നോക്കിയിരുന്നത്? എന്ത് തെറ്റിദ്ധാരണ? എന്നെ പോലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഇയാൾക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ കണ്ണാടിയൊന്നും നോക്കാറില്ലേ? ഇത്രയും സൗന്ദര്യവും പണവും ഉള്ള ഞാൻ നിങ്ങളെ പോലുള്ള ഒരാളെ എങ്ങനെ വിവാഹം കഴിക്കും? അവനവനെ പറ്റിയൊരു ബോധം വേണം. അച്ഛനെ അമ്മയും കൂട്ടി എഴുന്നള്ളിയിരിക്കുന്നു. ഇനി മേലിൽ നിങ്ങൾ എന്നെ കാണരുത്. വൃത്തികെട്ടത്. ഇവന്റെ വാക്ക് കേട്ട് സത്യമാണെന്ന് വിശ്വസിച്ച് എനിക്ക് കിട്ടിയ കൂലിയാണിത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഇങ്ങനെ അപമാനിക്കുന്നത്.
അതിന് ജിത്തു എന്ത് ചെയ്യും? ആ പെണ്ണിന് ഒരു കൾച്ചറും ഇല്ല. ഇല്ലാത്ത പ്രേമകഥ ഉണ്ടാക്കി പറഞ്ഞ നിന്റെ മകനാവും കൾച്ചറുള്ളത്. ആ പെൺകുട്ടി ചെയ്തതിലെ ഒരു തെറ്റുമില്ല. അമ്മേ, ഞാൻ ഒരു തെറ്റും ബോധപൂർവം ചെയ്തിട്ടില്ല. അവൾ എപ്പോഴും എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറാറുള്ളത്. ഞാനപ്പോൾ തെറ്റിദ്ധരിച്ചു. സാരല്ല മോനെ, അത് ഒഴിഞ്ഞത് നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. എന്തൊരു അഹങ്കാരിയാണ്. ഹോ, ഹലോ ശ്രീരാജ്. നീ എന്തിനാ കാണുന്നവനൊക്കെ ഫോൺ നമ്പർ കൊടുക്കുന്നത്? അത് ശ്രീരാജ് എന്റെ ക്ലാസ്മേറ്റ് ആണ്. പ്രൊജക്ടിന്റെ കാര്യം പറയാനാ വിളിച്ചത്. നിനക്കൊരു മൊബൈൽ വാങ്ങി തന്നത് എനിക്ക് തലവേദനയാ വരുത്. നിന്നോട് കൂടിയാ പറഞ്ഞത്, പോയി പഠിച്ചോ. അച്ഛന്റെ ചോദ്യം ചെയ്യൽ കേട്ടാൽ തോന്നും ഞാൻ ആരോ കൊന്നു നിൽക്കുകയാണെന്ന്. അല്ല, നീ നമ്മുടെ ജിത്തുബായിയുടെ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ? ദുഃഖത്തോടെ പാവം ജിത്തുബായ് ഐശ്വര്യയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ബായിയെ കുറെ ചീത്ത വിളിച്ചു. ബായ് ഞങ്ങളോട് ഇതെല്ലാം പറയുമ്പോൾ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. പാവത്തിന്റെ കണ്ണിൽ വെള്ളം നീറുന്നത് ഞാൻ കണ്ടു. നീ എനിക്ക് ജിത്തുബായിയെ ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ജിത്തുബായ് ഒരു പ്രത്യേകതര അവതാരമാണ്. ഈ ഭൂമിയിലെ ഏത് മനുഷ്യനും 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ്. യാതൊരു ജാടയും ഇല്ലാത്ത, താൻ സ്നേഹിക്കുന്നവർക്കായി തന്റെ കരള് വരെ പറിച്ചു കൊടുക്കുന്ന ഒരു പാവം ബായ്. അതാണ് ജിത്തുബായ്. അടിക്കേണ്ട സമയത്ത് കണ്ട ആണുങ്ങളുടെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേടി. കണ്ട ആണുങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, ജിത്തുബായിയെ പറ്റിയ പറഞ്ഞു. ജിത്തുബായ് ആരാടി അവൻ? നിന്റെ കാമുകനോ അതോ ഭർത്താവോ? പെൺപിള്ളേരെ വഴിവെപ്പിക്കാൻ ഓരോന്ന് ഇറങ്ങി തിരിച്ചിരിക്കും. ജിത്തുബായിയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞാൻ ഇനിയും പറയും. നീ എന്ത് ചെയ്യടി? ജിത്തുബായ് എന്തെങ്കിലും എന്റെ കയ്യിൽ വന്നു പെടും. അന്ന് അവൻ അറിയും ഞാൻ ആരാണെന്ന്. ബായ്, ഇതാണ് എന്റെ അനുജത്തി സുനന്ദ. ഇവൾ ബായിയുടെ കടുത്ത ആരാധികയാണ്. ആരാധികയോ? അതിന് ഞാനെന്താ വല്ല സൂപ്പർ സ്റ്റാറോ മറ്റോ ആണോ? എന്റെ ബായ്, ഈ ചേച്ചി വായ തുറന്നാൽ ബായിയെ പറ്റിയേ പറയാറുള്ളൂ. ബായിയുടെ വീരകഥകളും തകർന്നു പോയ പ്രേമകഥകളും എല്ലാം കേട്ട് എനിക്ക് ബായിയോട് ഒരു ആരാധനയൊക്കെ തോന്നി. പറയുവാൻ ഒരു കഥയും വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല. വെരി ഗുഡ്. നീ ഈ ലോകത്തെ എല്ലാ ഫ്രണ്ട്സിനും ഒരു മാതൃകയാണ്. ഞാൻ ബായിയോടൊരു ഹെൽപ്പ് ചോദിക്കാൻ വന്നതാ. ഇവന്മാരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടേ ഞാൻ വിഷമിച്ച് നിൽക്കുക. പ്ലീസ്, പുതിയ ഹെൽപ്പ് ഒന്നും ചോദിക്കരുത്. വലുതായിട്ടൊന്നുമില്ല. അടുത്ത ആഴ്ച കോളേജ് ഡേ ആണ്. അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡാൻസ് ബായ് തന്നെ ഒന്ന് കൊറിയോഗ്രാഫി ചെയ്തു തരണം. അങ്ങനെ. ഇവിടെ അടുത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും നല്ലൊരു ചെലവ് നീ ചെയ്യേണ്ടി വരും. ബായ്, ചിലവ് ഏതെങ്കിലും സാധാരണ ഹോട്ടലിൽ നിന്നും പോരെ? ശരി, എങ്കിൽ സാധാരണ ഹോട്ടലിൽ നിന്ന് 2 പ്ലേറ്റ് ചെമ്മീൻ, 2 പ്ലേറ്റ് കരിമീൻ, മട്ടൻ ബിരിയാണി, താറാവ് ഫ്രൈ, പിന്നെ ഫ്രൂട്ട് സാലഡ്, പിന്നെ 4 പാർസൽ വീട്ടിലേക്ക്. എന്റെ കൃഷ്ണ, ഇതിലും ഭേദം 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നതാ. ബായ്, പാട്ടിന്റെ കാര്യം? അപ്പോൾ വുമൻസ് കോളേജിന്റെ അന്തരീക്ഷത്തിന് പറ്റിയ പാട്ടായിരിക്കണം. അതെ. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു വെണ്ണെ കുയിലാളെ, കുപ്പി വേണം, സോഡ വേണം, ഗ്ലാസും വേണം, കൊട്ടു നക്കാൻ അച്ചാറും വേണം. എനിക്കറിയാവുന്നതേ ഈ സ്റ്റാൻഡേർഡുള്ള പാട്ടുകളാണ്. ബായ്, എന്റെ കയ്യിൽ ഗുജറാത്തി ഡാൻസിന് പറ്റുന്ന ഒരു പാട്ടുണ്ട്. ബായ് ഒന്ന് കൊറിയോഗ്രാഫി ചെയ്തു തരണം. കൃഷ്ണ ഭജം നാമം നാമം കൃഷ്ണ നാമം, ജപം ജപം കൃഷ്ണ ജപം, തപം തപം കൃഷ്ണ തപം, ഗുരുവായൂർ കണ്ണനെ.
ഗുരുവായൂർ കണ്ണലെ വാഗച്ചാർത്ത് കാണേണ്ടേ, അണ്ടിലെ തൃശൂർ പൂരം കണ്ണിറയെ കാണേണ്ടേ. ഭജം ഭജം കൃഷ്ണ ഭജം, നാമം നാമം കൃഷ്ണ നാമം, ജപം ജപം കൃഷ്ണ ജപം, തപം തപം കൃഷ്ണ തപം. ഗുരുവായൂർ കണ്ണലെ വാഗച്ചാർത്ത് കാണേണ്ടേ, അണ്ടിലെ തൃശൂർ പൂരം കണ്ണിറയെ കാണേണ്ടേ. ചൊല്ലു മാല വേണ്ടേ നിൻ കഴുത്തിൽ എൻ കണ്ണ, ചൊല്ലു ചൊല്ലു ചേല വേണ്ടേ നിൻ മേനിയിൽ എൻ കണ്ണ. ഭജം ഭജം കൃഷ്ണ ഭജം, നാമം നാമം കൃഷ്ണ നാമം, ജപം ജപം കൃഷ്ണ ജപം, തപം തപം കൃഷ്ണ തപം. ഗുരുവായൂർ കണ്ണലെ വാഗച്ചാർത്ത് കാണേണ്ടേ, അണ്ടിലെ തൃശൂർ പൂരം കണ്ണിറയെ കാണേണ്ടേ. നമോ നമോ നാരായണ നമോ നാവിലെത്തി എൻ കണ്ണ, രാമ രാമ ശരണ നീയെ എൻ നെഞ്ചിൽ എൻ രാമ. ചക്കരപ്പാൽ പായസം നിവേദ്യമായി കഴിച്ചോട്ടി, പഞ്ചാരപ്പാൽ പുഞ്ചിരി പ്രസാദമായി നിതരില്ലേ. മയിൽപ്പിരി ചൂടിയും വ്രതശുദ്ധിയോടും കലിയുഗ ദോഷം മാറ്റാൻ വന്നു. ഭജം ഭജം കൃഷ്ണ ഭജം, നാമം നാമം കൃഷ്ണ നാമം, ജപം ജപം കൃഷ്ണ ജപം, തപം തപം കൃഷ്ണ തപം. ഗുരുവായൂർ കണ്ണലെ വാഗച്ചാർത്ത് കാണേണ്ടേ, അണ്ടിലെ തൃശൂർ പൂരം കണ്ണിറയെ കാണേണ്ടേ. അപ്പോൾ ചേട്ടാ, ഈയിടെ ഞങ്ങളുടെ ബിസിനസ് ഒക്കെ ഒന്ന് മെച്ചപ്പെട്ടു. ഇതാ. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലായ കുട്ടികളെല്ലാം ഡിസ്ചാർജ് ആയോ? ആരാ ചേട്ടാ ആശുപത്രിയിലായത്? അറിഞ്ഞില്ലേ? നിങ്ങളുടെ തല്ലിപ്പൊളി ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞ ദിവസം 4-5 കുട്ടികൾക്ക് വയറിളക്കം പിടിപെട്ട് ഹോസ്പിറ്റലിലാണ്. ലോകത്തുള്ള മുഴുവൻ തെറി പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മടുക്കത്തില്ലെങ്കിലേ ഇതൊക്കെ കേട്ട് എനിക്ക് മടുക്കുന്നുണ്ട്. ഇനി ഒരു അക്ഷരം മുട്ടിപ്പോയത്. അയ്യോ അയ്യോ ചേട്ടാ എന്തു പറ്റി? ആ പൂഴിക്കങ്ങാറിന്റെ ആളുകളെല്ലാം കൂടി എന്നെ തല്ലി, എന്നെ കൊല്ലുവാൻ പോയതാ. എന്നാൽ ദൈവം വന്നതുപോലെ
ഈ ജിത്തുബായി വന്ന് അവനെ കൊണ്ട് തോറ്റു. ഹോസ്പിറ്റലിൽ പോവാന്ന് ഞാൻ പറഞ്ഞ, പക്ഷെ ഇവൻ സമ്മതിച്ചില്ല. അല്ല, ആരാ ഈ പൂഴി ഗംഗാധരൻ? ഈ വീടിനോട് ചേർന്നൊരു കടവുണ്ട്. രാത്രിയായാൽ നിയമം ലംഘിച്ച് ഈ ഗംഗാധരനും ഗുണ്ടകളും ഇവിടെ വന്ന് കള്ളപ്പൂഴി എടുക്കും. കടവിനടുത്തുള്ള പല വീടുകളും ഫൗണ്ടേഷൻ നഷ്ടപ്പെട്ട് ഏത് നിമിഷവും തകരുമെന്ന അവസ്ഥയിലാണ്. നാട്ടുകാരെന്താ പോലീസിൽ പരാതി കൊടുക്കാത്തത്? ഒരു 100 പരാതി ഞങ്ങൾ കൊടുത്തതാ, ഒരു ആക്ഷനും ഇല്ല. എങ്ങനെ ആക്ഷൻ ഉണ്ടാവുന്ന? ഇതിനെല്ലാം പിന്നില് ഒരു വലിയ മാഫിയുണ്ട്. അവന്റെ ഗരുവനാണ് ഈ പൂഴി ഗംഗാധരൻ. അവനെ രാഷ്ട്രീയത്തെ നല്ല പിടിപാടാ. ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. നാട്ടുകാർ സംഘടിച്ച് പൂഴി വാരുവാൻ വരുന്നവരെ തടയണം. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ചെയ്തു, പക്ഷെ അതിന്റെ ശിക്ഷയാണ് എനിക്കിപ്പോ കിട്ടിയത്. ഇനി അവനിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരും. ഏത് പാതിരാത്രിയിലും വരും. താങ്ക് യു വെരി മച്ച്. എടോ ചോക്ലേറ്റ് ബായ്, ഈ മാസം താൻ തകർത്തല്ലടോ. നമ്മുടെ മാംഗോ ടേസ്റ്റിയുടെ ബിസിനസ് ഇരട്ടി വർദ്ധിപ്പിച്ചല്ലോ. പുതിയ പുതിയ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ശമ്പളത്തിന്റെ പകുതിയോളം എക്സ്ട്രാ കമ്മീഷനെ ഞാൻ നൽകുകയാണ്. അങ്ങനെയാണ് ഷോപ്പുകാർ നമ്മളുടെ ചോക്ലേറ്റിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ജിത്തുബായ്, നിങ്ങൾ ശരിക്കും എന്റെ ഒരു അസറ്റാണ്. ഒരു മാസം കൂടി കഴിയട്ടെ, നിങ്ങളെ ഞാൻ ഈ ജില്ലയുടെ ഹെഡായി നിയമിക്കുന്നുണ്ട്. സാധാരണ MBAക്കാർക്കാണ് ഞാൻ ഈ പോസ്റ്റ് നൽകാറുള്ളത്. പക്ഷെ നിങ്ങളുടെ കഴിവിലും ബുദ്ധിയിലും ഞാൻ 100% ഹാപ്പിയാണ്. താങ്ക് യു സർ. ജിത്തുബായ്, ആ സുനന്ദേ, നയന ഇതുവരെ എത്തിയില്ല കേട്ടോ. അവൾക്കെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അത്രേ. അറിയാം, ഞാൻ ജിത്തുബായിയെ നോക്കിയാ വന്നത്. എന്താ കാര്യം? എനിക്കൊരു രഹസ്യം ജിത്തുബായിയോട് പറയണമെന്നുണ്ട്. പക്ഷേ ഈ കാര്യം ബായി ആരോടും പറയരുത്. നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ ഏറ്റവും ബാധ്യതയുള്ളത് നമുക്കാണ്. ഇതിപ്പോ നിനക്കേ പറ്റുന്നില്ല, പിന്നെയാണോ എനിക്ക് പറ്റുന്നത്? അതുകൊണ്ട് രഹസ്യമാണെങ്കിൽ എന്നോട് പറയണ്ട, അത് റിസ്ക് ആണ്. അതല്ല, നോക്കൂ ജിത്തുബായ്, എന്റെ ചേച്ചി നയനയ്ക്ക് ഒരു ആത്മഹത്യാ പ്രവണതയുണ്ട്. വീട്ടിൽ അച്ഛനുമായി കലഹിക്കുമ്പോൾ പലപ്പോഴും അവൾ അതിന് ശ്രമിക്കാറുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അവൾ ഞരമ്പ് മുറിച്ചേനെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട്. ബായ് പറ്റുമെങ്കിൽ ആ പ്രശ്നം എന്താ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമോ? ബായ്ക്ക് അതിന് പറ്റും. പ്ലീസ്. ഐ വിൽ ട്രൈ. താങ്ക് യു. ആരാ ഈ ഡാനി? ഒരുപാട് കോള് കാണുന്നുണ്ടല്ലോ. ഓ, ചിത്തുബായിയുടെ ചോദ്യം കേൾക്കുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരുന്നു. ഡാനി എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഡാനി എന്നൊരാൾ നിന്റെ ക്ലാസ്സിലോ ട്യൂഷൻ ക്ലാസ്സിലോ കുടുംബത്തിലോ എന്നല്ല, നിന്റെ അയൽപക്കത്ത് പോലും ഇല്ല. നയന, നീ ഇന്ന് വരെ എന്നിൽ നിന്ന് ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ കാര്യം? ജിത്തുബായ്, ദയവ് ചെയ്ത് ഈ വിഷയം ആരോടും പറയരുത്. കഴിഞ്ഞ തവണത്തെ ഇൻഡസ്ട്രോൺ കലോത്സവത്തിനാണ് ഞാൻ ഇവനെ ആദ്യമായി പരിചയപ്പെടുന്നത്. സംഘാടക സമിതിയിൽ ഒരാളായി ഇവനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ മേക്കപ്പ് റൂമിലും ബാത്റൂമിലും എല്ലാം ഇവൻ ഒളിക്യാമറ വെച്ചത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവൻ അങ്ങനെ കുറെ വീഡിയോ എടുത്തു. ഞാൻ വസ്ത്രം മാറുന്ന വീഡിയോ ഇന്റർനെറ്റിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ്. നീ എന്താ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തെ? എന്റെ ജിത്തുബായ്, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പത്രക്കാർ ഒരു വശത്ത് ആഘോഷിക്കും, മറുവശത്ത് അവർ ആ ക്ലിപ്പ് എടുത്ത് ഇന്റർനെറ്റിൽ കൊടുത്താൽ എന്റെ മാനം പോകും. വീട്ടിൽ സംശയരോഗിയെ അച്ഛനോട് എന്ത് പറയും? എന്നിട്ട് ഇതുവരെ നീ എന്ത് ചെയ്തു? ഞാൻ 10,000 രൂപ ഇതുവരെ അവന് നൽകി. ഇപ്പോൾ അവൻ എന്നോട് സ്വർണമാല നൽകുവാൻ പറയുന്നു. ഇവനെയൊക്കെ മുളയിലെ നുള്ളണം. ഡാനി, പാവം പെൺകുട്ടികളൊക്കെ വഴി പിഴപ്പിച്ച നീ അടങ്ങും അല്ലടാ? സാർ ആരാണാവോ? ഞാൻ ജിത്തുബായ്, നയനയുടെ ഫ്രണ്ടാ. അങ്ങനെ എന്നാലേ ജിത്തുബായ് വിട്ടോ, ഇത് ഞങ്ങൾ തമ്മിലുള്ള ഡീലിങ്സാ. ഇത് ഞങ്ങൾ തന്നെ തീർത്തോളാം. വേണ്ടടാ, ഞാൻ തന്നെ തീർക്കും.
മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നീ എന്നോട് ഉടക്കിയത്. എന്റെ ജീവിതം എന്നാൽ കത്തുന്ന ഒരു മെഴുകുതിരിയല്ല, ജ്വലിക്കുന്ന ഒരു ദീപമാണ്. എന്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ഏതൊരാൾക്കും ഏത് സമയവും ഏത് വഴിയും കാണിച്ചു കൊടുക്കുന്ന ജ്വലിക്കുന്ന ദീപം. ജിത്തു, എന്റെ ആവനാഴിയിൽ ഞാൻ നിനക്ക് വേണ്ടി വസ്ത്രം കരുതി വെച്ചിട്ടുണ്ട്. നീ ഓർത്തോ, നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. ഏത് അസ്ത്രങ്ങളെയും ഏത് വജ്രായുധങ്ങളെയും തടുക്കുകയും തൊടുത്തുവിടാനും ഈ ജിത്തുവായിക്ക് പറ്റും. ഈ ജിത്തുവായിക്ക് പറ്റൂ. ഞാൻ നടക്കുന്നതേ പറയൂ, പറയുന്നതേ സംഭവിക്കൂ. കാരണം ജിത്തുവായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, ഹലോ മാർട്ടിൻ. എല്ലാം കൈവിട്ടടാ, നീ പേടിക്കണ്ട. അവളുടെ വീഡിയോ ക്ലിപ്പിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. നീ സമാധാനായിരിക്കും. കൊടുക്കട നമുക്ക് അവരൊരു പണി. ചോക്ലേറ്റ് ബൈ, ചോക്ലേറ്റ് ബൈ. ചോക്ലേറ്റ് ബൈ, 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 ചോക്ലേറ്റ് ബൈ. ട്യൂഷൻ പോണ്ടേ? വേണ്ട, എനിക്ക് ട്യൂഷന് പോണ്ട. കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് ഈ പ്രായത്തിൽ കിട്ടുന്ന ചിരിയും കളിയൊക്കെയല്ലേ ഉള്ളൂ. ചിത്തുവായിക്ക് അറിയാലോ, മത്സരങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിൽ പഠിപ്പ് കൂടെ മോശമായാൽ ഇവരെയൊക്കെ സ്വാശ്രയ കോളേജിൽ വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. ഈ ഭൂമിയിൽ ഡോക്ടറും എഞ്ചിനീയറും അല്ലാത്ത ഒരു ജോലിയില്ലേ? ചിത്തുബായി, നീ തന്നെ ഈ കുട്ടികളൊക്കെ ഒന്ന് പഠിക്കാൻ ഉപദേശിക്കേ. പോയി കളിയടാ. കുഞ്ഞിനെ തിറ്റ കൊണ്ടിക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരയൂലേ.
മാളവികെ, ഇനി അധികം പഠിത്തമൊന്നും വേണ്ട. നിന്റെ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 1-ാം തീയതിയാണ് കല്യാണം. ഡാഡി, ഞാൻ അറിയാതെയാണോ എന്റെ വിവാഹം ഫിക്സ് ചെയ്യുന്നത്? എനിക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ, പ്രായപൂർത്തിയായിട്ടില്ല. ഈ വിഷയം ഒരു 100 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. നിന്റെ മുത്തശ്ശിക്കാണെങ്കിൽ നിന്റെ വിവാഹം കാണണം. പിന്നെ ജാതകവശാൽ നിന്റെ സമയവും മോശമാണ്. നിന്നെ ആരോ തട്ടിക്കൊണ്ടുപോകുമെന്നോ വിവാഹം വൈകുമെന്നൊക്കെ കാണുന്നുണ്ട്. 17 വയസ്സാകുമ്പോഴേക്കും വിവാഹം, കുടുംബം, ഭർത്താവ്, കുട്ടികൾ. നോ, എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. നീ അധികം എന്നെ പഠിപ്പിക്കണ്ട. നിനക്കെന്താണ് നല്ലതെന്ന് എനിക്കറിയാം. നോ, ഞാൻ ഇതിനെ എതിർക്കും. എന്നാ കാണാം. നീ പുഞ്ചിരിക്കുമ്പോഴും നിന്റെ മനസ്സിനുള്ളിൽ എന്തോ ഒരു ദുഃഖമുള്ളതായി എനിക്ക് തോന്നുന്നു. എന്താ പ്രശ്നം? പറ. അതെങ്ങനെയാ അറിഞ്ഞത്? ഒരാൾ കരയുമ്പോൾ അവരുടെ കണ്ണുകൾ നോക്കി അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയാൻ ആർക്കും കഴിയും. എന്നാൽ ഒരാൾ പുഞ്ചിരിക്കുമ്പോഴും അവരുടെ കണ്ണുകൾ നോക്കി അവരുടെ ഹൃദയവേദനയും മനസ്സിന്റെ വേദനയും പഠിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ കാമുകൻ. ജിത്തുബായിയുടെ ചിന്ത കറക്റ്റാണ്. ആ പൂഴിഗംഗാധരനും ഗുണ്ടകളും ഇപ്പോൾ ഡെയിലി വന്ന് പൂഴി കടത്തുന്നു. നാട്ടുകാർ തടഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും കാണുന്നില്ല. ഇന്നാ വന്നാൽ നീ എന്റെ മൊബൈലിലേക്കൊന്ന് വിളിക്കണം. എന്തിനാ? ഈ മഹാനായ പൂഴിഗംഗാധരനെ ഒന്ന് പരിചയപ്പെടാനാ. ഹലോ ജിത്തുബായ്, പ്ലീസ് പെട്ടെന്ന് കടവ് വരെ വരണം. ഇവിടെ പൂഴിഗംഗാധരനും ഗുണ്ടകളും പ്രശ്നം ഉണ്ടാക്കുന്നു. പ്ലീസ് വേഗം വരൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ അഡ്രസ് മാറ്റി വരാം. എന്തു മോനെ പ്രശ്നം? അമ്മേ, ഞാനൊരു പൂഴിഗംഗാധരന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അയാൾ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അതൊക്കെ അവരുടെ കാര്യം, മോൻ അതിലൊന്നും ഇടപെടണ്ട. അതെന്താ? ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന അമേരിക്കയിലും നമ്മൾ ഇന്ത്യയിലും അങ്ങനെയൊന്നല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് നമ്മുടെ പരിചയക്കാർക്കെതിരെ നടക്കുന്ന ഇത്തരം അനീതികൾ 2 കൈയും കെട്ടി നോക്കിയിരിക്കാൻ എനിക്ക് കഴിയില്ല. ഐ ഹാവ് ടു റിയാക്ട്. നീ മാത്രം റിയാക്ട് ചെയ്തുകൊണ്ട് എന്ത് റിസൾട്ട്? എവറി ആക്ഷൻ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് പ്രവർത്തിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഫലം ഉണ്ടാവും. അതല്ലാതെ ഒരു കിണറ്റിലെ തവള ചിന്തിക്കുന്ന പോലെ ഇതാണ് ലോകം, ഇതാണ് സത്യം എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ടുമുട്ടി ഇരുട്ടാക്കി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഉടനെ പോയിട്ട് വരാം. നിങ്ങളാരും ഞങ്ങളെ തടയരുത്. ഞാൻ ഈ പുഴയിൽ നിന്നും പൂഴി വാരും. എന്തിന്? നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വീടും കെട്ടിടങ്ങളും പണിയാൻ. പൂഴിയങ്കാതര, നീ എന്താ അവർക്ക് ഫ്രീ ആയിട്ടാണോ പൂഴി കൊടുക്കുന്നേ? അത് പിന്നെ ഒരു കമ്മീഷൻ എടുത്ത്. ചെറുതല്ല, വലിയ കമ്മീഷൻ എടുത്ത് വെറും 2200 രൂപയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ലോഡ് മണലിന് 10,000-12,000 രൂപ വരെ ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നു. ശരിയാണ്, എങ്കിലും ആളുകൾക്ക് കാര്യം നടക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹം പറയുന്നതിലും കാര്യമില്ലേ? പലപ്പോഴും ഗവൺമെന്റിൽ നിന്ന് പൂഴി കിട്ടുന്നില്ല. അപ്പോൾ കാര്യം നടക്കാൻ ഇവർ പറയുന്ന പണം കൊടുത്ത് ബ്ലാക്കിൽ വാങ്ങുന്നു. അതിൽ ഗവൺമെന്റ് കുറ്റം പറയരുത്. ഇവിടെ കൃത്യമായി പൂഴി ഇഷ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചില പഞ്ചായത്തിലെ അധികൃതരും ചില മെമ്പർമാരും ചേർന്ന് അഴിമതി നടത്തുകയാണ്. അവർ പൂഴിയുടെ ടോക്കണെല്ലാം ഇവനെ പോലത്തെ പൂഴിഗംഗാധരവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ട പരാതികൾ ജനങ്ങളാണ് നൽകേണ്ടത്. അതെന്തുമാവട്ടെ, എന്നെ പോലത്തെ ഒരു പാവപ്പെട്ടവനോ? നീയോ? പാവപ്പെട്ട ജനങ്ങളുടെ വേർപ്പും രക്തവും ഊറ്റിക്കുടിക്കുന്ന ബൂർഷിയായ കോടീശ്വരൻ. അങ്ങനെ പറ. ഞാൻ ഈ പുഴയിൽ നിന്ന് മണൽ വാരുന്നതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് നഷ്ടമാണ്? നഷ്ടമേ ഉള്ളൂ. ഈ പുഴയുടെ കുറുകെ കാണുന്ന ആ ബ്രിഡ്ജിലേക്ക് നിങ്ങളൊക്കെ നോക്ക്. ഇവർ അനധികൃതമായും ഡിസോർഡറായും പൂഴിയെടുക്കുന്നു. അത് ശരിയാ. ആ ബ്രിഡ്ജിന്റെ തൂണുകളുടെ അടിയിൽ നിന്നും പൂഴിയെടുത്ത് ആ തൂണുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ആ ബ്രിഡ്ജ് തന്നെ ഏത് സമയം നിലം പൊത്തുവന്ന അവസ്ഥയിലായി തീരുകയാണ്. ഓ, അങ്ങനെ ഒരു പ്രശ്നം തന്നെ. എന്നാലൊരു കാര്യം ചെയ്യാം. ഞാൻ ബ്രിഡ്ജിന്റെ പരിസരത്ത് നിന്ന് പൂഴി വാരുന്നില്ല. എന്നാ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ല. ഒരു പുഴയിൽ നിന്നും പൂഴി വാരുന്നതിന് ചില ശാസ്ത്രീയമായ രീതികളൊക്കെ ഉണ്ട്. ഇവരിതൊന്നും പാലിക്കുന്നില്ല. ഇപ്പോൾ പുഴ തന്നെ ഡൈവേർട്ടായി മറ്റൊരു ഭാഗത്തൂടെ പോകുന്നു. മാത്രമല്ല, പുഴയോട് ചേർന്നുള്ള എത്രയോ പറമ്പുകൾ കൊത്തിയെടുത്ത് ഇവർ പൂഴി ഉണ്ടാക്കുന്നു. എത്രയോ വീടുകളുടെ അടിത്തറ വരെ ഇളകി നിൽക്കുകയാണ്. ഞാൻ തോന്നിയ പോലെ പൂഴി വാരും. നിങ്ങളുടെ ബ്രിഡ്ജോ വീടോ എന്ത് തകർന്നാലും എനിക്കൊരു ചുക്കൂല്ല. വേണ്ട.
നമുക്ക് കാണാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്നെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിച്ചിരിക്കും. അത് ഇമ്പോസിബിൾ ആണ്. ജിത്തു വായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല. എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, കളികളെല്ലാം നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കളിയച്ചാരെ, കളിയൊന്നും ഈ മണ്ണിന് വേണ്ട. ഇത് ജിത്തുവായുടെ മണ്ണാണ്. കളി നീയായിട്ട് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ കളി ജിത്തുവായുടേതാവും. പണി പാളും. ജിത്തുവായി നടക്കുന്നതേ പറയൂ, പറയുന്നേ സംഭവിക്കൂ. ഇവന്റെ ഒക്കെ വീടും ഗോഡൌണും ബിനാമി വസ്തുക്കളും എല്ലാം ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കണം സാർ. എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നരി കടന്ന മടയല്ലേ ഒരു രോമമെങ്കിൽ കാണാതിരിക്കില്ല. താങ്ക് യു ജിത്തുബായ്, താങ്ക് യു. കൊഞ്ചിക്കൊഴിയുന്നേ, തത്തി തത്തി തുഴയുന്നേ, കുഞ്ഞിക്കിളി പാടുന്നേ, പമ്മി പമ്മി പായുന്നേ, വയനാടൻ കുന്നുകളിൽ തുളുനാടൻ വയലുകളിൽ കാശ്മീരിൽ താഴ്വരയിൽ ഊട്ടിയിലും മൂന്നാറും കൊഞ്ചി കൊഞ്ചി തുഴയുന്നേ, തത്തി തത്തി തുഴയുന്നേ, കുഞ്ഞിക്കിളി പാടുന്നേ, പമ്മി പമ്മി പായുന്നേ. ഓഹോ ഓഹോ കാണണ്ടേ, റോസാപുഷ്പം ചൂടണ്ടേ, ചാറ്റൽ മഴയിൽ നൃത്തം വെക്കണ്ടേ, പൂമ്പാറ്റയെ തേടണ്ടേ, മൺകുഞ്ഞപ്പം ഓടണ്ടേ, കുളിർ കാറ്റിൽ നൃത്തം വെക്കണ്ടേ, കാറ്റാടി തണൽ നൽകും കാപ്പിത്തോട്ടങ്ങൾ മണമേകും പുൽമേട്ടിൽ ചാഞ്ഞുറങ്ങ അരുവികളിൽ നീന്തിടാ. കൊഞ്ചി കൊഞ്ചി തുഴയുന്നേ, തത്തി തത്തി തുഴയുന്നേ, കുഞ്ഞിക്കിളി പാടുന്നേ, പമ്മി പമ്മി പായുന്നേ. കാറ്റിലോടണ്ടേ, മുല്ലപ്പൂ ചൂടണ്ടേ, നിശാപ്രഭയിൽ നൃത്തം വെക്കണ്ടേ, സുഗന്ധങ്ങൾ തേടണ്ടേ, മുയലിനൊപ്പം ഓടണ്ടേ, കൊടുങ്കാറ്റിൽ ഒളിച്ചിടണ്ടേ, നീലക്കുറിഞ്ഞി നിറമേകും ഏലത്തോട്ടങ്ങൾ മണമേകും താഴ്വരയിൽ കുഞ്ഞിക്കിളികൾ നാദമേകും. കൊഞ്ചി കൊഞ്ചി കുഴയുന്നേ, തത്തി തത്തി തുഴയുന്നേ, കുഞ്ഞിക്കിളി പാടുന്നേ, പമ്മി പമ്മി പായുന്നേ. ഓഹോ ഓഹോ
അച്ഛൻ നിർബന്ധിച്ച് വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നു. സർ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ തീർച്ചയായും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സർ. എന്തൊക്കെയാടോ, കുറച്ച് ദിവസമായല്ലോ വിളിച്ചിട്ട്. എന്റെ മകൾ നിലയ്ക്കെതിരെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത മകളെ നിർബന്ധിച്ച് വിവാഹം നടത്തിക്കുന്നു എന്നാണ് പരാതി. സാധാരണഗതിയിൽ ജാമ്യമില്ലാ വാറണ്ട് ഉപയോഗിച്ച് നിന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. മാളവികയോ? എനിക്കെതിരെ? ഇതൊന്നും അവളുടെ ബുദ്ധിയല്ലടോ, അവളുടെ കൂടെ വന്ന അവളുടെ കാമുകൻ ജിതേന്ദ്രന്റെ ബുദ്ധിയാണ്. ജിത്തുബായി, ഞാൻ കേട്ടിട്ടുണ്ട് അവനെ കുറിച്ച്. പക്ഷേ ഞാൻ ഈ എന്ത് ചെയ്യും? ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ രേഖകളും തിരുത്തിയാൽ മതിയടോ. അതിനുള്ള എല്ലാ പോംവഴികളും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നിന്റെ അച്ഛൻ എന്നെ ഇഷ്ടമാണല്ലേ? പക്ഷേ മരുമകൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവണമെന്ന ചിന്തയാണ് അച്ഛന്. കഷ്ടം. ഈ ഭൂമിയിലുള്ള എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാർക്ക് പെണ്ണ് കൊടുക്കൂ എന്ന് വാശി പിടിച്ചാൽ മറ്റുള്ളവരെല്ലാവരും ക്രോണിക് ബാച്ചിലറായി ജീവിക്കേണ്ടി വരും. നമുക്ക് ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യാം. ചേട്ടന്റെ പേര് ഏതൊക്കെയോ PSC ലിസ്റ്റിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതെങ്കിലും ഒന്ന് ശരിയായാൽ എന്തോ ഐ ഹാവ് നോ കോൺഫിഡൻസ്. പോസിറ്റീവ്. എന്റെ പ്രാർത്ഥനയുണ്ട് ചേട്ടന്റെ കൂടെ. ഇത്രയും വ്യാജ ഡോക്യുമെന്റ്സുകൾ ഉണ്ടാക്കാൻ ലക്ഷങ്ങളാണ് ചെലവാക്കിയത്. സാരല്ല, എന്നാലും കാര്യം നടന്നു. തൽക്കാലം ഈ വ്യാജ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് ജിത്തുഭായിയെ നമുക്ക് നോക്കാം. അതെന്താ നിങ്ങൾ തൽക്കാലം എന്ന് പറയുന്നത്? ഇതെല്ലാം കണ്ടുപിടിച്ച് അവൻ പിന്നോട്ട് പോകും. വാട്ട് യു മീൻ? തന്റെ മകളെ അവൻ പ്രേമിക്കുന്നത് തന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് കണ്ട് മോഹിച്ചിട്ടാണ്. അവനാണ് അവളെ ഇറക്കി വിടുന്നത്. കാമപ്രാന്തും പണപ്രാന്തും തലക്ക് പിടിച്ചാൽ ഒരു കാമുകൻ ഏതറ്റം വരെയും പോകും. ഈ ട്രാപ്പിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യുക? അവന് ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയാലോ? അല്ലെങ്കിൽ കാല് തല്ലി ഓടിക്കാം? നിനക്ക് അവനെ ശരിക്കറിഞ്ഞൂടാ. ഞാൻ ഒരിക്കൽ ദൂരെ നിന്ന് അവനെ കണ്ടിട്ടുണ്ട്. കാഴ്ചയിൽ തീപ്പെട്ടിക്കൊള്ളിയാണെങ്കിലും അവൻ പൊട്ടാൻ തുടങ്ങിയാൽ ബോംബാ, ആറ്റം ബോംബ്. ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ചതിലും വെച്ച് ഏറ്റവും വലിയ ആറ്റം ബോംബ്. ഈ ലോകത്ത് ഒരുത്തിനുമില്ലാത്ത മുട്ടിഞ്ഞ ചങ്കൂറ്റം. എന്ത് പ്രശ്നത്തെയും ഫേസ് ചെയ്യാനുള്ള കരിങ്കില്ല് പോലത്തെ മനസ്സും. അവൻ വെറും ഒരു കൊടുങ്കാറ്റല്ല, സുനാമിയാ. ഒരു കൊടുങ്കാറ്റും ഒരു സുനാമിയും. നീ അവനെ ദൂരത്തു നിന്നല്ലേ കണ്ടിട്ടുള്ളൂ. നീ അവനെ അടുത്തു നിന്ന് കാണ്. അപ്പോൾ ബോധ്യപ്പെടും അവൻ പൂച്ചയാണോ പുലിയാണോ. താനാ ജിതേന്ദ്രൻ എന്ന് വിളിക്ക്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. മിസ്റ്റർ ജിതേന്ദ്രൻ, ഞാൻ നിങ്ങളുടെ കേസ് ഡീറ്റെയിൽ ആയി പഠിച്ചു. ഈ കുട്ടിക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ എന്ന നിങ്ങളുടെ വാദം ശരിയല്ല. അവളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം പറയുന്നത് അവൾക്ക് 18 വയസ്സായിരുന്നു. ഇതെല്ലാം വ്യാജ റെക്കോർഡ്സ് ആണ്. അതെങ്ങനെയാണ് മോളെ? നീ എന്ന് ജനിച്ചെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും? അച്ഛനും അമ്മക്കല്ലേ അറിയാൻ കഴിയും. പ്രായപൂർത്തിയായി, സമ്മതിച്ചു എന്ന് കരുതി ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ലോകത്താർക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവളുടെ വിവാഹം നടന്നിരിക്കും. നോ, ജിത്തുബായുടെ ശരീരത്തിൽ ഒരു ഞരമ്പെങ്കിലും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടക്കില്ല. നടത്തുവാൻ ജിത്തുബായി സമ്മതിക്കില്ല. നിനക്കെന്നെ അറിയില്ല, കൊന്നു കളയും തന്നെ ഞാൻ. അതിപ്പോ താൻ കൊന്നില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, താനും മരിക്കും. നമ്മൾ രണ്ടാളെ മാത്രമായി ഈ ഭൂമിയിൽ ഉണക്കി വെക്കൊന്നുമില്ല. ഞാൻ അവസാനമായിട്ട് പറയാം, നിങ്ങൾ ഈ കല്യാണത്തിന് പിന്മാറണം, അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നിങ്ങൾ നാണം കെടും. ഉറപ്പ്. ജിത്തുവായി നടക്കുന്നേ പറയൂ, പറയുന്നത് സംഭവിക്കൂ. കളി നീയായിട്ട് നിർത്തിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ പണി പാളും. കളി ജിത്തുവായിട്ടതാവും. അതെല്ലാം ഇമ്പോസിബിൾ ആണ്. ജിത്തുബായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, ഇതാണ് ജിത്തുബായി. കൊല്ലണ്ട, കയ്യും കാലും മുറിച്ചല്ല.
ജിത്തു എന്ന വ്യക്തിയെ ഈ ലോകത്തിന് അറിയാം, എന്നാൽ ജിത്തുവിനെ ശേഖരൻ അറിയില്ല. ഞാൻ തീയിൽ കൊടുത്ത വെയിലത്ത് പാടില്ല മിസ്റ്റർ ശേഖർ. ആകാശത്തോടെ പറന്നു നടക്കുന്ന പക്ഷിയെ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പോലീസ്. പണി പാടും. നോക്കിക്കൂ, നിന്നെ ഞാൻ തളയ്ക്കും. മതമിളകിയ ആനയെ തളയ്ക്കാനും എനിക്കറിയാമടാ. ആനയെ തളച്ചാൽ ആനയ്ക്കല്ല, തളയ്ക്കപ്പെട്ട മരത്തിനാണ് കേട്. അണ്ണാൻ ആനയോളം വായു പൊളിക്കാനാകില്ലെന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു കാലം ഉണ്ടെങ്കിൽ ജയം നിന്റേത്, അല്ലെങ്കിൽ ജയം ജിത്തുവായുടേത്. കാരണം ജിത്തുവായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. മോനെ, പുതിയ PSC ലിസ്റ്റ് പുറത്തിറങ്ങി. എന്റെ കൃഷ്ണ, എന്നാ പെട്ടി പിടിക്കട്ടെ. ആ പാരഗംഗാധരൻ അറിയുമ്പോഴേക്കും ഞാൻ മുങ്ങട്ടെ. അതല്ലടാ, ഇത്തവണ നിനക്ക് ജോലി കിട്ടി. എനിക്കോ? ജോലിയാ? മോനെ, അമ്മ തമാശ പറയുന്നല്ലോ. ഹേയ് അല്ലല്ല. ഏതായാലും ഇത്തവണ നിന്നെ ഭാഗ്യം തുണച്ചു. അങ്ങനെ ഭാഗ്യം തുണച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ ചെറുതായി കാണുകയൊന്നും വേണ്ട. ഈ ലിസ്റ്റിൽ എന്റെ പേരുണ്ടാവുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. ഇല്ലമ്മേ? അതെ അതെ അതെ. നോക്കച്ചാ, ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ജിത്തുബായിക്ക് ബോധം കെട്ടു. മോളെ, ബോധമുള്ളവനല്ലേ അത് പോകേണ്ട ആവശ്യമുള്ളൂ. ഇവനൊന്നും ഒരിക്കലും ബോധം പോവില്ല. എത്രയും പെട്ടെന്ന് ജോലിയിൽ ജോയിൻ ചെയ്യണം. ജോലി പ്രവേശിച്ചാൽ എത്രയും പെട്ടെന്ന് മിനിയുടെ വീട്ടിൽ പെണ്ണ് അന്വേഷിച്ച് ചെല്ലണം. ഇനി എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം കൂടി നടത്തണം. അത് മാത്രം നീ എന്നോട് പറയരുത്. ഇവന്റെ വാക്കും വിശ്വസിച്ച് ഒരിക്കൽ നാം നാടും മാനും കെട്ടതാണ്. പെണ്ണ് കാണൽ പരിപാടിക്ക് ഇനി ഞാനില്ല. ജിത്തുബായ്, ഡോൺ വറി, ഞാൻ നേരിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കാം. എന്താ പ്രശ്നം സോൾവ് ആയില്ലേ? താങ്ക് യു വെരി മച്ച്. കാമിനി, ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല. നിദ്രാവിഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല. നിദ്രാവിഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല. കാമിനി, കാമിനി. ഹൃദയത്തിൽ അറയുന്ന ആറയിൽ നീ മാത്രം, എൻ മനസ്സിൽ കഥകൊന്ന ആ കഥകിൽ നീ മാത്രം. ഓമനയോടല്ലേ പ്രേമാഗ്നി കാണൂ നീ, ഗാനമേ തീരല്ലേ വിരഹാഗ്നി അറിയൂ നീ. കാമിനി, കാമിനി. ജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല. നിദ്രാവിഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല.
നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. പ്രാണനിൽ ശ്വാസമൊന്ന്, ആശ്വാസത്തിൽ നീ മാത്രം. എൻ ഹൃദയത്തിൽ മിടിപ്പൊന്ന്, ആ മിടിപ്പിൽ നീ മാത്രം. നൊന്ത് നൊന്ത് നെയ്തെടുത്ത സ്വപ്നങ്ങൾ നീയല്ലേ, ഊതി ഊതി കാച്ചിയ മാണിക്യം നീയല്ലേ. കാമിനി കാമിനി ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല. നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല. നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല. കാമിനി കാമിനി ജിത്തുബായ്, ഐ എം സോറി. ഏയ് സാരമില്ല. അന്ന് ജിത്തുബായിയോട് വളരെ മോശമായി പെരുമാറിയതിന് ദൈവം എന്നെ നന്നായി ശിക്ഷിച്ചു. അതെങ്ങനെ? എന്റെ വിവാഹം ഒരു പണക്കാരനായ ബിസിനസ്സുകാരനുമായി നടന്നു. വിവാഹ ദിവസം മുതൽ ഇന്ന് വരെ സ്ത്രീധന പ്രശ്നത്തിൽ ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായാൽ മദ്യം കഴിച്ചു വന്ന് അയാൾ എന്നെ ക്രൂരമായി മർദ്ദിക്കും. ഭർത്താവിന്റെ അച്ഛനും അമ്മയും എപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ജീവിതം തന്നെ മടുത്തു. നിന്റെ അച്ഛൻ ഇതൊന്നും ചോദിക്കാൻ പോയില്ലേ? ചോദിക്കാൻ പോയ അച്ഛനെ അവർ ക്രൂരമായി അധിക്ഷേപിച്ചു. അച്ഛൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. കഷ്ടം. ബായി എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തെ എനിക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെ മനസ്സിലാക്കാനും പറ്റിയില്ല. ഐ എം സോറി. സോറി ഫോർ എവരിതിങ്. എന്താ ഇത്? ദൈവത്തോട് നല്ല മനസ്സോടെ പ്രാർത്ഥിക്കേ, എല്ലാം ശരിയാവും. ശരി. ഇനി എന്റെ വിവാഹത്തിന് 5 ദിവസമേ ബാക്കിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ഏതായാലും ഇത്രയും കാലം ക്ഷമിച്ചില്ലേ, ഒരു 5 ദിവസം കൂടെ ക്ഷമിക്കേ. ജിത്തുബായ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബായ്, നമുക്കെല്ലാവർക്കും കൂടി എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയാലോ? ഈ എൻട്രൻസ് കോച്ചിങ്ങും പ്രൊജക്ട് വർക്കും സെമസ്റ്റർ എക്സാമിനൊക്കെ ഒന്ന് രക്ഷപ്പെടണ്ടേ? സത്യം, നമുക്ക് എല്ലാവർക്കും കൂടി വളരെ ദൂരെ എവിടേക്കെങ്കിലും പോകാം. ബായ് ഞങ്ങളോടൊപ്പം വന്നാൽ ഏത് നരകത്തിലേക്ക് വേണമെങ്കിലും വരാൻ ഞങ്ങൾ റെഡിയാണ്. ഒളിച്ചോട്ടം അല്ലെങ്കിൽ ആത്മഹത്യ, അത് മാത്രമാണ് എന്റെ മുന്നിലുള്ള വഴി. മാളവികെ, ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഉണ്ടാവും. ഒന്നുകിൽ ഒളിച്ചോട്ടം അല്ലെങ്കിൽ ആത്മഹത്യ, ഇതല്ലാത്ത ഒരു വഴി നിങ്ങളുടെ മുന്നിലില്ലേ? പിന്നെന്ത് വഴി? ബായ് തന്നെ പറ. എടോ ജിത്തുബായ്, നീ ആയിരുന്നോടോ ഈ മാംഗോ ടേസ്റ്റ് ചോക്ലേറ്റിന്റെ ആത്മാവ്. നീ ഉദ്യോഗം കിട്ടിപ്പോയാൽ പിന്നെ ഈ കമ്പനിയുടെ സ്ഥിതി എന്തായിരിക്കും? ഒരു ജിത്തുബായി പോയാലെന്താ, 100 ബായിമാർ ഇതുപോലെ വരും. എടോ, ആത്മാർത്ഥതയില്ലാത്ത 1000 ബായിമാരൊക്കെ നല്ലതാണ് ആത്മാർത്ഥതയുള്ള ഒരു ബായ്. പിന്നെ നീ ഇവിടുത്തെ കുട്ടികളുടെ ഹീറോ ആണ്. ശ്രീധരേട്ടാ, കുട്ടികൾ എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ ഈ ചെറിയ കുട്ടികളിൽ കണ്ട ഒരു ഗുണവശം എന്താണെന്നറിയോ? അവരിപ്പോൾ നമ്മളോട് ഒരു ചോക്ലേറ്റ് ചോദിക്കുകയാണെങ്കിൽ മോക്ക് തരുമോ, മോന് തരുമോ, വാവയ്ക്ക് തരുമോ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എന്നാൽ പ്രായമായവർ എങ്ങനെ ചോദിക്കാന്നറിയോ? എനിക്ക് താ. കുട്ടികൾക്ക് തീരെ സ്വാർത്ഥതയില്ല, അഹങ്കാരവും ഇല്ല. യു ആർ കറക്റ്റ്. അതെ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാ. നിങ്ങളുടെ അച്ഛനെ പോയി കണ്ടിരുന്നു. അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ ചടങ്ങിനായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്? നാളെ ജോയിൻ ചെയ്യണമെന്നാ കരുതിയത്. പക്ഷേ എന്തു പറ്റി? മാളവികയുടെ വിവാഹം അച്ഛൻ നിർബന്ധപൂർവ്വം ഫിക്സ് ചെയ്തു.
ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ. ഒന്നുകിൽ ഒളിച്ചോടണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയിലാണ് അവരെല്ലാം. അവളെ കൊല്ലുവാനൊന്നും അല്ലല്ലോ, കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ തന്നെയല്ലേ അച്ഛൻ നിർബന്ധിക്കുന്നത്. പക്ഷെ നോക്ക് ചേട്ടാ, അവരെന്തോ ആയിക്കോട്ടെ, ചേട്ടൻ ആ കാര്യത്തിലൊന്നും ഇടപെടണ്ട. നോ, അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. അവരിപ്പോൾ പെരുവഴിയിലാണ്. അപ്പോൾ ജിത്തുബായിക്ക് എന്നേക്കാൾ വലുത് അവരാണല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവർ ഒളിച്ചോടുന്നതും ആത്മഹത്യ ചെയ്യുന്നതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാ. ജിത്തുബായി അതിലൊന്നും ഇടപെടണ്ട. എല്ലാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാ. വല്ല ക്രിമിനൽ കേസും വന്ന ജിത്തുബായി മാത്രം കുടുങ്ങും. എല്ലാം സത്യമാണ്, പക്ഷെ എനിക്ക് അവരെ സഹായിക്കേണ്ടി വരും. അപ്പോൾ ജിത്തുബായിക്ക് ഇപ്പോൾ എന്റെ പ്രേമത്തിന്റെ ഗന്ധം മണക്കുവാൻ സാധിക്കുന്നില്ലല്ലേ? ഇപ്പോൾ ഞാൻ നിന്റെ പ്രേമത്തിന്റെ ഗന്ധമല്ല, എന്റെ കൂട്ടുകാരുടെ ചോരയുടെ ഗന്ധമാണ് എനിക്ക് മണക്കുന്നത്. ഞാൻ അവരെ സഹായിച്ചില്ലെങ്കിൽ അവർ മരിക്കും. പാടില്ല, എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ. എന്നാ ജിത്തുബായി ഇതൂടി കേട്ടോളൂ. കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ഗവൺമെന്റ് ജോലി അളഞ്ഞ് ആ നാശം പിടിച്ചവർക്കായി ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകില്ല, ഓർത്തോ? മിനി, മിനി, ഞാൻ പറയുന്നത് കേൾക്ക്. ബായ്, ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യും. മോളെ പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും പരിഹാരം കാണാം. മറ്റെന്ത് പരിഹാരം? എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒളിച്ചോടാം. നോ, അതെല്ലാം വലിയ റിസ്ക് ആണ്. മാത്രമല്ല പോലീസ് കേസും ആവും. എങ്കിൽ ആത്മഹത്യയും ഒളിച്ചോട്ടവും ഒന്നും വേണ്ട. ബായ് തന്നെ മറ്റൊരു ഐഡിയ പറയേ. അതിപ്പോ എനിക്കൊരു ഐഡിയയും തോന്നുന്നില്ല. സോ ഞങ്ങൾ എല്ലാരും ആത്മഹത്യ ചെയ്തോളാം. ജിത്തുബായി സമാധാനമായി ജീവിച്ചോളൂ. ബായ്ക്ക് ഇപ്പോൾ ഗവൺമെന്റ് ജോലിയായി, വിവാഹമായി, എല്ലാം ശരിയായി വരുന്നു. ഞങ്ങളെ മറന്നേക്ക്. ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ജിത്തുബായിക്ക് എന്താ? ജിത്തുബായ്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. നിർണായകമായ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ കൈവിട്ടു. മോളെ, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? ജിത്തുബായ്, നിങ്ങളില്ലാതെ ഒളിച്ചോടി ജീവിക്കാനുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്കില്ല. മറിച്ച് ജിത്തുബായ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ റെഡിയായേനെ. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്തോളാം. ജിത്തുബായ് ഭാര്യയോടും മക്കളോടുമൊപ്പം സന്തോഷവനായി ജീവിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. മാളവികേ, മാളവികേ പ്ലീസ്. എന്നാ പിന്നെ നമുക്ക് ഒളിച്ചോടാം. ഓക്കെ, നമുക്ക് ഒളിച്ചോടാം. നാളെ രാവിലത്തേക്ക് റെഡി ആയിക്കോ. നോ, നാളെ രാവിലെ വരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ തന്നെ ജിത്തുബായ് വാ, നമുക്ക് പോകാം. ശരി. ഹലോ സുനന്ദ. ഹലോ ജിത്തുബായ്, ഒടുവിൽ നിങ്ങൾ ഒളിച്ചോടുവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ തീരുമാനം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇവരെ രക്ഷിക്കുവാൻ ജിത്തുബായിക്ക് പറ്റും. ബായിക്കേ പറ്റൂ. താങ്ക് യു. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ. കാഞ്ചന കുട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കുട്ടിലെ സിംഹത്തിനും ബന്ധനം. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ.
കൂട്ടുകുടുംബത്തിൽ ദുഃഖം അലിഞ്ഞു ചേരും. അണുകുടുംബത്തിൽ ദുഃഖം അണപൊട്ടിയൊഴുകും. കൂട്ടുകുടുംബത്തിൽ സ്നേഹം കൂട്ടമായെത്തും. അണുകുടുംബത്തിൽ സ്നേഹം സ്വാർത്ഥമായി തീരും. നന്ദിയും നന്ദികേടും ആവർത്തനമാകുന്നു. പ്രേമവും വിരഹവും ആവർത്തനമാകുന്നു. നന്ദിയും നന്ദികേടും ആവർത്തനമാകുന്നു. പ്രേമവും വിരഹവും ആവർത്തനമാകുന്നു. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ. സുഹൃത്തു ബന്ധത്തിൽ ദുഃഖം മഞ്ഞു പോലുരുകും. സുഹൃത്തു ബന്ധത്തിൽ സ്നേഹം പാൽക്കടലായി തീരും. കലഹം കൂടുമ്പോൾ സ്നേഹം കാപട്യം തീർക്കും. കാപട്യം തീർത്താൽ സ്നേഹം തീക്കനലായി തീരും. ദുഃഖവും പീഡനവും തുടർക്കഥയാകുന്നു. ചതിയും വഞ്ചനയും തുടർക്കഥയാകുന്നു. ദുഃഖവും പീഡനവും തുടർക്കഥയാകുന്നു. ചതിയും വഞ്ചനയും തുടർക്കഥയാകുന്നു. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ. കാഞ്ചന കൂട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കൂട്ടിലെ സിംഹത്തിനും ബന്ധനം. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. അപ്പോൾ ജിത്തുബായ്, നമ്മൾ ആദ്യം തന്നെ ഐശ്വര്യമായി സിംല, ഡാർജിലിംഗ് എന്നീ സ്ഥലങ്ങൾ കാണാനായി നാളെ തന്നെ ഇവിടം വിടുന്നു. ആദ്യം ഡൽഹിക്ക് പോകാം. സിംലക്ക് പിന്നെ പോയാൽ പോരെ? വേണ്ട, ആദ്യം സിംലയാണ് നല്ലത്. നമുക്ക് ഇവിടെ നിന്നും ഫ്ലൈറ്റിൽ പോകാം. പണത്തെ പറ്റിയൊന്നും ആലോചിച്ച് ആരും വറീഡാകേണ്ട. മൊത്തം എന്റെ ചെലവാ. നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നോക്ക് ജിത്തുബായ്, ബായിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ശരിയാണോ? ഞാൻ എന്റെ വിവാഹത്തിനായി വാങ്ങിവെച്ച മൊത്തം ആഭരണങ്ങളും എടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് എടുക്കാവുന്നിടത്തോളം പണവും ആഭരണങ്ങളും എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡാഡി ഒരു ബിസിനസ് കഴിഞ്ഞു വന്ന് 10 ലക്ഷം രൂപ അലമാരയിൽ വെച്ചിരുന്നു. ഞാനത് വിദഗ്ധമായി അടിച്ചു മാറ്റി. എന്നാ പിന്നെ സിംലയിലും ഡാർജിലിംഗിലും ഒന്നുമല്ല, വല്ല ന്യൂയോർക്കിലോ ലണ്ടനിലോ എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിക്കാം. നോ, എല്ലാവരുടെയും കൂടി ആയിട്ടാ പറയുന്നത്. നിങ്ങൾ ആരും കൊണ്ടുവന്ന 5 പൈസ പോലും ചെലവാക്കാൻ പാടില്ല. എല്ലാ ചെലവും ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കെ? നോ, ഞാൻ പറയുന്ന എല്ലാവരും കേട്ടാ മതി. അപ്പോൾ നാളെ രാവിലെ നമ്മൾ സിംലയിലേക്ക് പോകുന്നു. ഓക്കെ? ഓക്കെ. നീ എവിടെയാണ് മകനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? സത്യം പറയടാ, അവൻ നിനക്ക് ഫോൺ ചെയ്യാറില്ലേ? ഇല്ല സർ. ഞങ്ങളടുത്ത് വേലിറക്കണ്ടെന്ന് മകനോട് പറഞ്ഞേക്ക്. അധികം കളിച്ചാൽ അവന്റെ ശരീരമല്ല, ശവശരീരം പോലും ഇനി നിങ്ങൾ കാണില്ല. സമൂഹത്തിലെ ഉന്നതന്മാരെ മക്കളെയും കൊണ്ടാ മുങ്ങി നടക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ നിരപരാധികളാണ് സർ. 2 ദിവസം കൂടി ഞങ്ങൾ നോക്കും. പിന്നെയും മകനെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും തൂക്കിയെടുത്ത് ഞങ്ങൾ കൊണ്ടുപോകും. പിന്നെ അവൻ ഞങ്ങളടുത്ത് വരും, വന്നിരിക്കും. വാ. ജിത്തുബായ്, നിങ്ങളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് എല്ലാം നടക്കുന്നുണ്ട്. ആ കുറുങ്ങന്മാരെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് തിരിച്ചു വന്നുകൂടെ? നോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ ഒരിക്കലും അവരെ വഴിയിൽ ഉപേക്ഷിക്കില്ല. സത്യം പറ, ആ പെൺകുട്ടികളുടെ ചൂട് പറ്റി അവരോടൊപ്പം കിടന്നുറങ്ങിയല്ലേ നിങ്ങൾ? എടി, തെമ്മാടിത്തരം പറയരുത്. തെമ്മാടിത്തരം കാണിക്കാം. പറയാൻ പറ്റില്ലല്ലേ? അതല്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. നോക്കുമിനി, നിനക്ക് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ്. എനിക്ക് നിങ്ങളെ പറ്റി നല്ല ധാരണകളേ ഉള്ളൂ.
നിങ്ങൾ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല, എന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല. തൊലിവെളുപ്പുള്ള കുറച്ച് പെണ്ണുങ്ങളെ കണ്ടപ്പോ അവരോടൊപ്പം കൂടി. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഈ പുതിയ ജീവിതത്തിന് അധികം ആയുസുണ്ടായില്ല. ജിത്തുബായ്, ഇതാ റെയിൽവേ ടിക്കറ്റ്. മുംബൈയിലേക്കുള്ള ട്രെയിൻ നൈറ്റിലാണുള്ളത്. അവിടുന്ന് അങ്ങോട്ട് മാറി കയറണേ. പിന്നെ വീട്ടിൽ അച്ഛൻ വളരെ അപ്സെറ്റ് ആണ്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. പിന്നെ ഞാൻ ബായിക്ക് വേണ്ടി പുതിയൊരു സിം എടുത്തിട്ടുണ്ട്. ട്രെയിനിൽ കയറിയാൽ പിന്നെ ഈ സിം കാർഡ് ഉപയോഗിച്ചാൽ മതി. ഞാനും ഒരു പുതിയ സിം എടുത്തിട്ടുണ്ട്. ബായി എന്നെ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. മാളവിക, എന്തു പറ്റി? ജിത്തുബായ്, മാളവികയ്ക്ക് തീരെ സുഖമില്ല, നല്ല പനിയുണ്ട്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? യാത്ര മാറ്റി വെച്ചാലോ? അയ്യോ വേണ്ട, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിച്ചാലോ? നോക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറെ പോയി കാണിക്കാം. അസുഖം വെച്ച് 3-4 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് റിസ്ക് ആണ്. ബായ്, പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണേ. പോലീസ് എല്ലായിടത്തും നമുക്കായി സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഐ നോ ദാറ്റ്, ഡോണ്ട് വറി. നിങ്ങളെല്ലാം കിടന്നോ, രാവിലെ തന്നെ ഡോക്ടറെ കാണാം. ഹലോ. ഓക്കെ ഓക്കെ. പോലീസിനെ ഓടിക്കടാ. അയ്യോ, എന്ത് പറ്റി? എനിക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയില്ലേ? എടാ ജിത്തു, ഇനി നിനക്ക് കുറെ കാലത്തേക്ക് ജയിലിലെ ഉണ്ട തിന്ന് ജീവിക്കാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസ്. ചുമ്മാ വരട്ടാ സാറേ. മാളവികയ്ക്ക് പ്രായപൂർത്തിയായെന്ന് അവളുടെ അച്ഛൻ തന്നെ സ്കൂൾ രേഖകളും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ച് പ്രൂവ് ചെയ്താണല്ലോ. അത് പിന്നെ അളിയച്ചാരെ, പണി പാളുമെന്ന് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. പക്ഷെ നിങ്ങൾ ഓസ്മാർട്ട് കളിച്ചു. പിന്നെ SI സാറേ, പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെയും കൊണ്ട് അവളുടെ സമ്മതത്തോടെ ഈ ഭൂമിയിലെ എവിടേക്കും പോകാം. വേണമെങ്കിൽ കല്യാണവും കഴിക്കാം. ഒരു ശക്തിക്കും എതിർക്കാനാവില്ല. ജിത്തു, നിയമത്തിനും പോലീസിനും അപ്പുറത്ത് വേറെ ചില കളികളുണ്ടെന്ന് നീ ഓർത്തോ? വിരട്ടാതെ സാറേ. അതെ, ഞങ്ങളിപ്പോൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് സാറിനൊരാൾ സന്ദേശം തന്നിരുന്നില്ലേ? അത് വെച്ചാണല്ലോ നിങ്ങൾ ഞങ്ങളെ പിടിച്ചത്. അതെ, ആ സന്ദേശം തന്നത് എന്റെ മൊബൈലിൽ നിന്നാണ്. സാർ ആ മൊബൈൽ ഒന്ന് നോക്കണം. അത് എന്റെ നമ്പറാണ്. വിവരം ചോർത്തി തന്ന് ഞാൻ തന്നെയാണ്. നീ എന്തിനാണ് ചെയ്തത്? സത്യം ഇതാണ്, എനിക്ക് മാളവികയോട് പ്രത്യേകിച്ച് പ്രേമമൊന്നുമില്ല. അവൾ എനിക്ക് ഫ്രണ്ട് മാത്രമാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിങ്ങൾ നിർബന്ധിച്ചപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, കൂടെ അവളുടെ കൂട്ടുകാരും. ഓഹോ, അങ്ങനെയാണോ? അവരുടെ ജീവൻ രക്ഷിക്കുവാനായി ഞാൻ അവരോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു. അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ സ്വർണവും പണവും എല്ലാം എടുത്തിരുന്നു. ഞാനൊരു തരികിടയായിരുന്നെങ്കിൽ അവരുടെ പണം ഉപയോഗിച്ച് അടിപൊളിയായി ജീവിച്ചേനെ. അതേസമയം ഇന്നേ വരെ ഒരു 5 പൈസ പോലും ഞാൻ അവരിൽ നിന്ന് ചെലവാക്കിയിട്ടില്ല. ജിത്തു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? സർ, മാളവികയെയും മറ്റുള്ളവരെയും അച്ഛനമ്മമാർ മനസ്സിലാക്കണം. അവരുടെ ഫീലിങ്സ് ഉൾക്കൊള്ളണം. അവർ പാവങ്ങളാണ്. ഇനിയെങ്കിലും നല്ലൊരു ജീവിതം അവർക്ക് കിട്ടണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ വിളിച്ച അവള് വരൂ? ഞാൻ ശ്രമിക്കാം. ഒരു മിനിറ്റ്. ശരി. എന്തായി? മോളെ, ആകെ പ്രശ്നമായിരിക്കാണ്. എനിക്കെതിരെ കേസ് വരും. നമ്മൾ ഇനി എന്ത് ചെയ്യും? ജിത്തുബായി തന്നെ പറ, നമ്മൾ ഇനി എന്തു ചെയ്യും? എനിക്ക് തോന്നുന്നു നീ മാതാപിതാക്കളോടൊപ്പം തിരിച്ചു പോകണം. നോ,
അതിലും ബെറ്റർ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. നോക്ക് മാളവിക, അവർ നിന്റെ ശത്രുക്കളല്ല. ഇനി ഒരിക്കലും നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവർ നിർബന്ധിക്കില്ല, പോരെ? പക്ഷേ വേണ്ട ജിത്തുബായ്, പ്ലീസ് നമുക്ക് ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോകാം, പ്ലീസ്. മോളെ, നീ പ്രായോഗികമായി ചിന്തിക്കേ. നീ ഒന്ന് അച്ഛനോടൊപ്പം പോയാൽ പരാതിയൊക്കെ പിൻവലിക്കും. പിന്നെ മേലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ എന്നെ ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി. നീ പറയുന്ന പോലെ ഞാൻ ചെയ്യും. ഓക്കെ? ഇപ്പോൾ നീ നല്ല കുട്ടിയെ അച്ഛനോടൊപ്പം ചെല്ല്, പ്ലീസ്. അപ്പോൾ കാര്യം ഓക്കെ. അപ്പോ നിന്റെ കൂടെയുള്ള മറ്റു കുട്ടികളോ? ഇതുപോലെ തന്ത്രപൂർവ്വം ഉപദേശിച്ച് ഞാൻ അവരെ അവരുടെ വീട്ടിലെത്തിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ജിത്തുവിനെതിരെയുള്ള എല്ലാ പരാതികളും നമുക്ക് പിൻവലിക്കാം. പിന്നെ ജിത്തുഭായ്, നിങ്ങൾക്ക് പണത്തിന് വല്ല ആവശ്യവുമുണ്ടോ? നോ സർ. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. പിന്നെ ഐ ആം സോറി ജിത്തുഭായ്, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ജിത്തുഭായിക്ക് വിശാലമായ ഒരു ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നത്. കീപ് ഇറ്റ് അപ്പ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ബായ്, എവിടെയായിരുന്നു? എന്നെയും മാളവികയും പോലീസ് പിടിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന കുറ്റം. ജിത്തുബായ്, ഇനി എന്ത് ചെയ്യും? നിങ്ങളെല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ കേസുകളും പിൻവലിക്കാന്നാ പറയുന്നത്. വീട്ടിലേക്ക് മടങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളൂ. എന്നെ പോലീസ് ഏത് നിമിഷം അറസ്റ്റ് ചെയ്തേക്കാം. ജിത്തുബായ്, നിങ്ങളില്ലാതെ ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. ജിത്തുബായ് പ്ലീസ്, ഞങ്ങളെ പെരുവഴിയിലാക്കരുത്. നോക്ക്, പോലീസ് എന്റെ പുറകെ തന്നെ ഉണ്ട്. ഐ ആം ഹെൽപ്ലെസ്. തിരിച്ചു വീട്ടിൽ ചെന്നാൽ അച്ഛൻ ഉപദ്രവിക്കോ? ഒരിക്കലുമില്ല. അവരെല്ലാവരെയും ഞാൻ ഉപദേശിക്കാം. ഇപ്പോൾ തന്നെ മാളവികയുടെ വിവാഹത്തിൽ നിന്നും അവർ പിന്മാറി. അതല്ല, പഴയതെല്ലാം ഇനിയും അവർ ആവർത്തിച്ചാൽ നമ്മൾ വീണ്ടും ഒളിച്ചോടും. ഒരിക്കലും തിരിച്ചു വരാത്തൊരു ഒളിച്ചോട്ടം. നമ്മളുടെ മക്കളാണ്, നമ്മളുടെ അധികാരപരിധിയിലുള്ളവരാണ്, നമ്മളെ അനുസരിക്കണം എന്നൊക്കെ പറയുമ്പോ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അവരെല്ലാം സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ദാറ്റ് ഈസ്, അവർക്ക് അവരുടേതായ വികാരവും വിചാരവും ചിന്തയും ഒക്കെയുണ്ട്. അതുകൊണ്ട് അവരെ കയറൂരിയിടണം എന്നാണോ ജിത്തുബായ് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ആഴ്ചയിലെ 7 ദിവസവും കോളേജ്, എൻട്രൻസ് കോച്ചിങ്, ഹോം ട്യൂഷൻ, ഇങ്ങനെ ഓടി നടന്ന് അവർ തളരുന്നു. ഓരോ മാസവും ഓരോ പ്രൊജക്ട് ചെയ്യേണ്ടി വരുന്നു. ഇതിനിടയിൽ അവർ ഒരു അല്പ സ്നേഹം അച്ഛനമ്മമാരിൽ നിന്നും ആഗ്രഹിക്കുന്നു, വാത്സല്യം ആഗ്രഹിക്കുന്നു. ഞങ്ങളെന്താ മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല എന്നാണോ പറയുന്നത്? സ്നേഹം എന്നത് അകത്ത് വെച്ച് അടച്ചുപൂട്ടി വെക്കാനുള്ളതല്ല, അത് പുറത്തു കാണിക്കാനുള്ളതാണ്. വീട്ടിൽ നിന്നും സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് അവർ പുറമേ നിന്നും അത് തേടുന്നത്. പലപ്പോഴും അതിലൂടെ അവർ ചതിക്കപ്പെടുകയും ചെയ്യുന്നു. നിന്നെ പോലെ സുഹൃത്ത് എന്ന് പറയപ്പെടുന്നവർ മാത്രമേ സ്നേഹം നൽകുന്നുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്ര വലുതാണ് സ്നേഹിക്കപ്പെടാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. ഹൃദയത്തിലേക്ക് ഒരിക്കൽ കടന്നു വരുന്ന സുഹൃത്ത് ജീവിതകാലം മുഴുവൻ അവിടെ തങ്ങി നിൽക്കുന്നു. അതാണ് സുഹൃത്ത് ബന്ധം. എന്റെ മക്കൾ വഴിതെറ്റിപ്പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നത്. മക്കളെ കാര്യത്തിൽ നമ്മൾ കെയർ കാണിക്കണം എന്ന് കരുതി അവരെ പട്ടാള ചിട്ടയിൽ വളർത്തിയാലുണ്ടല്ലോ, പണിപ്പാളും. അവരെല്ലാം എന്റെ കൂടെ വന്നുകൊണ്ട് ദേഹത്തിൽ ഒരു പൊടി പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചെത്തിച്ചു. അല്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്ക്. ജിത്തുബായ്, നിന്നെ ഞാൻ എന്റെ സ്വന്തം മകനെന്ന നിലയിൽ കണ്ടുകൊണ്ട് ഒരു രഹസ്യം പറയുകയാണ്. നീ ഒരിക്കലും അവരോട് പറയരുത്. എന്ത് രഹസ്യം? അവരുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നാൽ സത്യം അതല്ല. ഞാൻ വളരെ സോഷ്യലായ ഒരു വ്യക്തിയായിരുന്നു. എനിക്കൊരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ സ്ഥിരമായി എന്റെ വീട്ടിൽ വരികയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അവരിൽ ഒരാളോടൊപ്പം എന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഈ സംഭവത്തിന് ശേഷം എനിക്ക് ആരെയും വിശ്വാസമില്ലാതായിപ്പോയി. ഐ ആം സോറി. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അച്ഛൻ എത്രയും പെട്ടെന്ന് മക്കളോട് ഈ സത്യം പറയണം. അതിലൂടെ അവർക്ക് അച്ഛനെ കൂടുതലായി മനസ്സിലാക്കുവാനും
ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കും. മക്കൾക്ക് അത് വിഷമമാകില്ലേ? സാരമില്ല. മറ്റൊരാൾ പറഞ്ഞ് അവരെ അറിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭംഗി അച്ഛനായിട്ട് പറയുന്നതാണ്. യു ആർ കറക്റ്റ്. എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകും. താങ്ക് യു ബോയ്. ഹലോ ഹലോ ജിത്തു ഭായ്. സുനിത, എന്തു പറ്റി? ഈയിടെയായി എന്റെ ഫോണൊന്നും എടുക്കുന്നില്ലല്ലോ. ഞാൻ തിരക്കായത് കാരണമാണ്. തിരക്കാണ്, സമ്മതിച്ചു. അറ്റ്ലീസ്റ്റ് തിരക്കാണെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് എങ്കിലും വിട്ടൂടെ? ഓ, ഇനി ശ്രമിക്കാം. ഏതായാലും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർത്തു. വളരെ നന്ദിയുണ്ട്. ശരിക്കും അവരുടെയൊക്കെ ജീവനാണ് നിങ്ങൾ രക്ഷിച്ചത്. ഞാൻ പ്രായോഗികമായി ചിന്തിച്ചു, അത്ര തന്നെ. അപ്പൊ തിരക്കെല്ലാം തീർന്നല്ലോ. ഇനി എപ്പോ വിളിച്ചാലും ഉടനെ തന്നെ എന്റെ ഫോൺ എടുക്കണം. കാരണം ഇത് സാധാ ഫോൺ കോൾ അല്ല, എന്റെ ഹൃദയത്തിന്റെ മിടിപ്പാണടാ. ഇവർക്ക് വട്ടായെന്ന് തോന്നുന്നു. കോളല്ല, എൻ ഹൃദയത്തിൻ തുടിപ്പാണെടി. ഇത് സാധാ പാട്ടല്ല, എൻ ഹൃദയത്തിൻ മിടിപ്പാണെടി. അയ്യോ ചൊല്ലല്ലേ, നീ എൻ പൊന്നല്ലേ. അയ്യോ ഓടല്ലേ, നീ എൻ കരളല്ലേ. ഇത് സാധാ കോളല്ല, എൻ ഹൃദയത്തിൻ തുടിപ്പാണെടി. ഇത് സാധാ പാട്ടല്ല, എൻ ഹൃദയത്തിൻ മിടിപ്പാണെടി. എന്നത് റോങ് നമ്പർ അല്ല, ബ്ലൂടൂത്തിലെ മെസ്സേജ് അല്ല, യൂട്യൂബിലെ ആൽബം അല്ല. ഇത് സാധാ കോളല്ല, എൻ ഹൃദയത്തിൻ തുടിപ്പാണെടി. ഇത് സാധാ പാട്ടല്ല, എൻ ഹൃദയത്തിൻ മിടിപ്പാണെടി. സ്വപ്നം 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 എന്നത് ഇൻബോക്സിൽ വെക്കൂ. ദുഃഖം 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 എന്നത് ഔട്ട് ബോക്സിൽ വെക്കൂ. ഫേസ്ബുക്കിലെ മെമ്പറാണെടി, ഇന്റർനെറ്റിലെ യൂസറാണെടി. ഇത് സാധാ കോളല്ല, എൻ ഹൃദയത്തിൻ തുടിപ്പാണെടി. ഇത് സാധാ പാട്ടല്ല, എൻ ഹൃദയത്തിൻ മിടിപ്പാണെടി. പുറത്താണടാ
ഹൃദയത്തിൻ തുടിപ്പാണടി ഇത് സാധാ പാട്ടല്ല എൻ ഹൃദയത്തിൻ മിടിപ്പാണടി അമ്മേ അമ്മേ ലക്ഷ്മി നിന്റെ മകരുതാ ജയിലിൽ നിന്ന് സുഖവാസം കഴിഞ്ഞ് വന്നിരിക്കുന്നു. എന്നെ പോലീസ് അറസ്റ്റ് എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. എല്ലാ കൂട്ടുകാരെയും സേഫായി തിരികെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഭാഗ്യം. എന്റെ ഗുരുവായൂരപ്പ, എല്ലാം ഒന്ന് തീർന്നു കിട്ടിയല്ലോ. അമ്മേ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. അതിന് നീ എപ്പോഴാണ് ശരി ചെയ്തിട്ടുള്ളതെന്ന് പറ. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. ജിത്തുബായിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി, അത് അവനായിട്ട് തന്നെ തിരുത്തുകയും ചെയ്തു. കണ്ടോ, ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഭാഗ്യത്തിന് ക്രിമിനൽ കേസൊന്നും ഇല്ലാത്തതിനാൽ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ നോക്ക്. പിന്നെ നിന്റെ മിനിയുടെ വീട്ടിൽ പോയി എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് നിന്നോട് അല്പം പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. നീ ജോലിയിൽ ജോയിൻ ചെയ്താൽ അടുത്ത ആഴ്ച തന്നെ വിവാഹം നടത്താൻ എല്ലാവരും റെഡിയാണ്. ഈ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ. മിനി, മിനി, ചേട്ടാ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം തീർന്നു കിട്ടിയല്ലോ. നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും എനിക്ക് പെരുമാറേണ്ടി വന്നു, സംസാരിക്കേണ്ടി വന്നു. ഐ ആം സോറി. ഞാൻ അവരോടൊപ്പം ഒളിച്ചോടിയില്ലെങ്കിൽ അവരിപ്പോൾ ആത്മഹത്യ ചെയ്തേനെ. ദാറ്റ് ഈസ് എ ക്ലോസ് ചാപ്റ്റർ. പ്ലീസ്, ഇനി ഒരിക്കലും ഒളിച്ചോടരുത്. അല്ല, ഇനി ഒളിച്ചോടാൻ അത്രയും താല്പര്യമാണെങ്കിൽ എന്റെ കൂടെ ഒളിച്ചോടിക്കോ. ഞാൻ എപ്പോഴും റെഡിയാ. ഓക്കെ, പ്രോമിസ്. അല്ല, നിന്റെ അച്ഛനെവിടെ? അത് ജിത്തുബായി ഒളിച്ചോടിയ സമയം നോക്കി ആ പൂഴിഗംഗാധരനും ഗുണ്ടകളും പൂഴി വാരാനായി വന്നു. തടയാൻ പോയ ചേട്ടനെ അവർ തല്ലി. ചേട്ടനിപ്പോ ആശുപത്രിയിലാ. അച്ഛനും കൂടെ ഉണ്ട്. എന്നിട്ട് ഇവിടുത്തെ നാട്ടുകാർ തടഞ്ഞില്ലേ? എന്തു ചെയ്യാം, എല്ലാവർക്കും അവനെയും ഗുണ്ടകളെയും പേടിയാ. ജിത്തുബായി, ഇനി പ്രശ്നങ്ങൾക്കൊന്നും പോകേണ്ട. ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഭൂമിയിൽ ഓരോരുത്തർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയുണ്ട്. ആ ഭാഷയിൽ വേണം പെരുമാറാൻ. അവനറിയാവുന്ന ഭാഷ ഒന്നേ ഉള്ളൂ, മുട്ടനട്ടിയുടെ ഭാഷ, ചോരയുടെ ഭാഷ. അവനെ ഒന്ന് ഡീറ്റെയിൽ ആയി കണ്ടിട്ട് വരാം. ബൈ. വേണ്ട, പ്ലീസ്. ബൈ. ജിത്തുബായ്, ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നുണ്ട്. പക്ഷേ ആ പൂഴിയങ്ങാതിന്റെ കീഴിൽ ഒരുപാട് ഗുണ്ടകളുണ്ട്. മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല. ചങ്കുറ്റും ചങ്കർപ്പും വേണം. അവനെ മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടിത്തന്ന താരാട്ടുപാട്ടിന്റെ ഹാങ് ഓവർ മാറാതെ ജീവിക്കുന്ന നിങ്ങളെയൊന്നും ആണുങ്ങളെ കണക്കാക്കാനാകില്ല. ജിത്തുബായിക്ക് അവനെ ശരിക്കും അറിയില്ല. അവൻ ഒന്നിനും അടിക്കില്ല. 1000 വർഷം എലിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം പുലിയായി ജീവിക്കുന്നതാണ്. വേണ്ട, നിങ്ങൾ ഒരുത്തൻ എന്റെ കൂടെ വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അവൻ അഹങ്കരിക്കുന്നെല്ലാം തകർത്തെ ഞാൻ തിരിച്ചു വരും. എന്റെ ജിത്തുബായി, അത് ഇമ്പോസിബിളാ. ജിത്തുബായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല. എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് ഈസ് ഐ ആം പോസിബിൾ. ഓക്കേ ജിത്തുബായി, ഇത് ഞങ്ങളുടെയൊക്കെ ജീവിത പ്രശ്നം. വരികടാ. നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു. എന്താ നിനക്ക് വേണ്ടത്? നിന്റെ ജീവൻ. ഒരു ജന്മം ജനിക്കണം. ഇവൻ എന്ന ജന്മം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ഞാൻ എന്ന ജന്മം ഈ ഭൂമിയിൽ അവതരിച്ചു. ഇവനെ കൊല്ലാൻ. ഈ അവതാരം ഈ ജീവനെടുത്തേ പോകൂ. അതിന് ഈ കുന്നംകുളം സാജന്റെ ചങ്കിൽ വെക്കണം.
പോലീസിനെ വിളിച്ചാലുണ്ടല്ലോ ഈ കാണുന്നവർ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ എത്തും. നിന്റെ വീടും മാത്രമല്ല നിന്റെ കുടുംബത്തെ ഒരാൾ അടിച്ച് തകർക്കും. മൊത്തമായി പണി പാളുമേ. വിളിക്ക്, ആരെന്ന് വെച്ചാ വിളിക്ക്. പോലീസിനെയോ പട്ടാളത്തെയോ ആരെ വേണമെങ്കിൽ വിളിക്ക്. വാടാ. അങ്ങനെ ഇനി ഒരാഴ്ചക്കുള്ളിൽ ജിത്തുബായിക്ക് 2 പ്രമോഷൻ. നാളെ ജോലിയിൽ ജോയിൻ ചെയ്ത ചോക്ലേറ്റ് ബായിൽ നിന്ന് ഗവൺമെന്റ് ബായി ആകുന്നു. അടുത്തയാഴ്ച കല്യാണം കഴിഞ്ഞ കാമുകനിൽ നിന്നും ഭർത്താവാകുന്നു. ഈ കല്യാണം എന്ന വാക്കിന്റെ സംസ്കൃതം എന്താണെന്നറിയോ? മംഗളം, ഐശ്വര്യം എന്നൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആളുകൾ നമ്മളോട് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? നമ്മുടെ ജീവിതത്തിലെ സമാധാനവും ഐശ്വര്യവും അവസാനിച്ചോ എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം കല്യാണം കഴിഞ്ഞു. നാളെ വൈകിട്ട് ചേട്ടൻ ഡ്രസ് എടുക്കാൻ പോകുമ്പോ എന്നെ കൂടി വിളിക്കോ? കൂടെ ഞാൻ നിനക്കൊരു നെക്ലസ് കൂടി വാങ്ങിക്കും. അത് വേണോ? മോളെ, ആണിന് പെണ്ണഴക്, പെണ്ണിന് പൊന്നഴക് എന്ന് നീ കേട്ടിട്ടില്ലേ? ചോക്ലേറ്റ് പോലെ തന്നെ. അച്ഛാ, എണീക്ക് മോനെ. ആദ്യം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി അനുഗ്രഹം വാങ്ങിക്കേ. ഇന്ന് ജോലിയിൽ പ്രവേശിച്ചാൽ നീ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവുകയാണ്. അതിന്റെ ഗൗരവം നീ എപ്പോഴും സൂക്ഷിക്കണം. കഴിയുന്നതും നീ നിന്റെ കൂട്ടുകാരുടെ ഫോണുകളൊന്നും അറ്റൻഡ് ചെയ്യരുത്. ശരി അമ്മേ. ഹലോ സുനന്ദ. നയന തോക്കുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നോ? എന്താ പ്രശ്നം ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറയാതെ പോയി. ബായി ഒന്ന് നോക്ക്. ഞാനിപ്പോ ഫോൺ ചെയ്ത് നോക്കുമ്പോ എടുക്കുന്നുമില്ല. അവൾ എവിടേക്കാ പോയെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. ബായി ഒന്ന് അന്വേഷിക്കും. ഓക്കെ ഞാൻ നോക്കാം. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതും ഡിസ്ചാർജ് ചെയ്ത ഉടനെ നിന്നെ തേടി ഇറങ്ങിയത് ഞാൻ. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു പോകാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടാണോ നീ എന്നെ കാണാൻ വന്ന്? നീ ഇപ്പൊ പോ, നമുക്ക് വൈകിട്ട് കാണാം. വേണ്ട, വൈകുന്നേരം വരെ ക്ഷമിക്കാൻ എനിക്ക് സമയമില്ല. എന്നാൽ നീ ക്ഷമിക്കണ്ട, നിനക്കുള്ളത് ഇപ്പൊ തന്നെ പിടിച്ചോ. നയന, നീ എവിടെയാ നയന? ഞാനൊരു ചെറിയ കാര്യത്തിന് വേണ്ടി പോവാം. ഇതോടെ എല്ലാം അവസാനിക്കണം. ഹലോ നയന. എത്തിയല്ലോ. എന്താ ബായ് വന്നില്ലേ? അതെങ്ങനെ? ബായ്ക്കൊരു ജോലിയുണ്ട്, ഉടനെ വിവാഹം ഉണ്ടാവും. ഇനി ഇവിടെ കാര്യത്തിൽ ബായ്ക്കൊരു താല്പര്യം ഉണ്ടാവില്ല. എടാ രാക്ഷസന്മാരെ, എന്റെ ജിത്തുബയ്യെ കുറിച്ചൊരു വാക്ക് സംസാരിച്ചാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ. എവിടെ എന്റെ വീഡിയോ ക്ലിപ്സ്? അപ്പോ തോക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എവിടെ എന്റെ വീഡിയോ ക്ലിപ്സ്? അല്ലേ, അവളുടെ വീഡിയോ ക്ലിപ്സ്. ജിത്തുബായ്, നിന്നെ ഞാൻ
ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരു കരടായി വന്നാലുണ്ടല്ലോ. ഹലോ, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. ലക്ഷ്മി, എന്താ പ്രശ്നം? നമ്മുടെ ചിത്തുമോൻ രണ്ടുപേരെ കൊന്നത്രേ. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ഇല്ല, ലക്ഷ്മി, നീ ഒരാൾ കാരണമാണ് നിന്റെ ജിത്തുബായി ഇങ്ങനെ ആയിപ്പോയത്. നീ അവനെ പൊല്ലരിച്ച് വഷളാക്കി. ഇന്ന് അവൻ ക്രിമിനലുമായി. തെറ്റാ ചെയ്തത്. നീ ഇന്നവരെ ഒരു ശരിയും ചെയ്തിട്ടില്ല. നീയാണ് ജിത്തുവിനെ ക്രിമിനലാക്കിയത്. ലക്ഷ്മി, എടാ, നിന്റെ അമ്മ മരിച്ചു. ആത്മഹത്യ കാണാൻ കഴിയില്ല. നിൽക്കവിടെ. വേണ്ടടാ, നീ എന്റെ ലക്ഷ്മിയെ കാണണ്ട. അച്ഛാ പ്ലീസ്, ഞാൻ അവസാനമായി അമ്മയെ ഒന്നും കാണട്ടെ. വേണ്ടടാ, നീ എന്റെ ലക്ഷ്മിയെ കാണണ്ട. നീ കാരണം പറ എന്റെ ലക്ഷ്മി മരിച്ചത്. അമ്മയെന്നക്ഷരം ആദ്യം പഠിപ്പിച്ച അമ്മയെ ഞാൻ മറക്കില്ല. താരാട്ട് പാടിയൻ സാന്ത്വനമേകിയ അമ്മയെ ഞാൻ മറക്കില്ല. വാത്സല്യമൂർത്തിയായി സ്നേഹം വിളമ്പിയ അമ്മയെ ഞാൻ മറക്കില്ല. കാരുണ്യനിധിയായി അമ്മിഞ്ഞയൂട്ടിയ അമ്മയെ ഞാൻ മറക്കില്ല. എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനുണ്ണി ചാരിയിലോ വാവാവോ ചാഞ്ഞുറങ്ങ്. എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനുണ്ണി ചാരിയിലോ വാവാവോ ചാഞ്ഞുറങ്ങ്. അമ്മയെന്നക്ഷരം ആദ്യം പഠിപ്പിച്ച അമ്മയെ ഞാൻ മറക്കില്ല. താരാട്ട് പാടിയൻ സാന്ത്വനമേകിയ അമ്മയെ ഞാൻ മറക്കില്ല. പേർപ്പെട്ടു പോയാലും പേരറ്റു പോയാലും മായാതെ നിൽക്കുന്നു പൊക്ക
പൊക്കിൾ കുടി ബന്ധം ദൂരേക്ക് പോയാലും ചാരമായി തീർന്നാലും മായാതെ നിൽക്കുന്നു പൊക്കിൾ കുടി ബന്ധം. വേദനകൾ മായ്ച്ച പുഞ്ചിരിയും സ്വപ്നങ്ങളിൽ തീർത്ത തൊട്ടിലും മായാതെ നിൽക്കുന്നു നിന്നോർമ്മകൾ. അമ്മയെന്നക്ഷരം ആദ്യം പഠിപ്പിച്ച അമ്മയെ ഞാൻ മറക്കില്ല. താരാട്ട് പാടിയൻ സാന്ത്വനമേകിയ അമ്മയെ ഞാൻ മറക്കില്ല. സ്വർഗത്തിൽ പോയാലും ശൂന്യമായി തീർന്നാലും മായാതെ നിൽക്കുന്നു താരാട്ടിനീണം. ചേതനയറ്റാലും മണ്ണായി തീർന്നാലും മായാതെ നിൽക്കുന്നു താരാട്ടിനീണം. ഓർമ്മകൾ ശ്വാസമായി കൂടെ വന്നു, കാരുണ്യം പ്രാണനായി കൂടെ നിന്നു. മായാതെ നിൽക്കുന്നു നിന്നോർമ്മകൾ. അമ്മയെന്നക്ഷരം ആദ്യം പഠിപ്പിച്ച അമ്മയെ ഞാൻ മറക്കില്ല. താരാട്ട് പാടിയ സാന്ത്വനമേകിയ അമ്മയെ ഞാൻ മറക്കില്ല. വാത്സല്യമൂർത്തിയായി സ്നേഹം വിളമ്പിയ അമ്മയെ ഞാൻ മറക്കില്ല. കാരുണ്യനിധിയായി അമ്മിഞ്ഞയൂട്ടിയ അമ്മയെ ഞാൻ മറക്കില്ല. എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനുണ്ണി രാരീരോ വാവാവോ ചാഞ്ഞുറങ്ങ്, രാരീരോ വാവാവോ ചാഞ്ഞുറങ്ങ്. ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കുവാനാണ് ജിതേന്ദ്രൻ എന്നു പേരുള്ള ജിത്തുബായി രണ്ടുപേരെ വെടിവെച്ച് കൊന്നുവെന്ന യാഥാർത്ഥ്യം കോടതി അംഗീകരിക്കുന്നു. കൊല്ലപ്പെട്ട രണ്ടുപേരും 12ഓളം ക്രിമിനൽ കേസുകൾ പ്രതികളുമാണ്. എങ്കിലും രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയെന്ന കുറ്റത്തിന് പ്രതി ജിതേന്ദ്രൻ എന്ന ജിത്തുബായിക്ക് 4 വർഷത്തെ തടവ് ഈ കോടതി നൽകുന്നു. ജിത്തുബായ്, എന്റെ വിവാഹം ഒരു മിലിറ്ററിക്കാരനുമായ അച്ഛൻ ഉറപ്പിച്ചു. ഒരു പുരുഷന് മനസ്സും മറ്റൊരു പുരുഷന് ശരീരം നൽകി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏതായാലും അദ്ദേഹത്തോടൊപ്പം ഇവിടം വിട്ടു പോവുകയാണ്. ഇനി ഒരിക്കലും നിങ്ങളെ കാണരുത് എന്ന പ്രാർത്ഥനയോടെ. ജിത്തുബായ്, നിങ്ങൾ നല്ലൊരു മനസ്സിനുടമയാണ്, തീരെ സ്വാർത്ഥതയില്ലാത്ത മനുഷ്യൻ. നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ നിങ്ങളെപ്പോലെ ചിന്തിക്കാൻ, നിങ്ങളെപ്പോലെ സ്നേഹിക്കുവാൻ ഞാനടക്കം ആർക്കും പറ്റുന്നില്ല. സോറി ഫോർ എവറിത്തിങ്. ജിത്തുബായ്, ജിത്തുബായ്, എന്തിനാ മോളെ കരയുന്നേ? ഞങ്ങൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എല്ലാം വിധിയാണ്, നടക്കേണ്ടത് നടന്നു, അത്ര തന്നെ. ജിത്തു, നഷ്ടപ്പെട്ട ജോലിയെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. എന്റെ മാംഗോ ടേസ്റ്റ് ചോക്ലേറ്റിന്റെ ഏരിയ മാനേജറെ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നു. വേണ്ട ശ്രീധരേട്ടാ, ഞാൻ ഇവിടം വിട്ടു പോവുകയാണ്. അമ്മ ഇല്ലാത്ത വീട്ടിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. പിന്നെ മിനിയെയും നഷ്ടമായി. എല്ലാം മറക്കാൻ പറ്റിയ ഒരിടത്തേക്ക് പോകണം. ബായിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബായിയോടൊപ്പം ജീവിതകാലം മുഴുവൻ ഞാനുണ്ടാവും. ഈ ഹൃദയത്തിൽ എനിക്കൊരിടം തന്നൂടെ? അതിന് നിന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛന്റെ സമ്മതമൊന്നും നോക്കണ്ട. ബായിയോടൊപ്പം ഈ ഭൂമിയിൽ എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ്. മോളെ, പാടില്ല. നമ്മുടെ അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ടായിരിക്കും നമ്മളെയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക. എന്തെല്ലാം ആഗ്രഹങ്ങൾ, എന്തെല്ലാം മോഹങ്ങൾ അവർക്ക് നമ്മളിൽ ഉണ്ടാവും. അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് നമ്മൾ സ്വന്തം സുഖം തേടി ഒരിക്കലും പോകരുത്. ഈ ക്രിമിനൽ ജിത്തുവിനെ കൂട്ടാനാണോ ഈ വീട്ടിൽ നിന്നും കാറെടുത്ത് വന്നത്? ജിത്തുബായെ കുറിച്ച് അനാവശ്യം പറയരുത്. ഒരു ക്രിമിനലിനെ കൊലയാളി എന്നല്ലേ എന്താ വിളിക്കുക? എങ്കിൽ അച്ഛനാദ്യം എന്നെയാണ് ക്രിമിനൽ എന്ന് വിളിക്കേണ്ടത്. അച്ഛന് സത്യം എന്താണെന്ന് അറിയോ? പ്ലീസ് നൈന, പറയണ്ട. എന്ത് സത്യം? അന്ന് എന്താണ് നടന്നതെന്ന് അറിയോ? അന്ന് ജിത്തുബായി എന്നെ രക്ഷിക്കാനായി ഡാനിയുടെ അടുത്തെത്തി.
വന്നാലുണ്ടല്ലോ. വാ എടീ. നയന, ഇനി ഒരു പെണ്ണിന്റെ ജീവിതത്തിലും വിലപേശ ഇവന്മാരുണ്ടാവാൻ പാടില്ല. നയന, ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. വേണ്ട ജിത്തുബായ്, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിച്ചോളാം. നയന പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു പെൺകുട്ടിയെ പോലീസ് കൊണ്ടുപോയാൽ എന്താവും സ്ഥിതി? നോ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ എനിക്ക് കിട്ടേണ്ട ശിക്ഷയാണ് ജിത്തുബായ് ഏറ്റെടുത്തത്. ഞാൻ കാരണം ജിത്തുബായിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു. ജിത്തുബായിയുടെ ഗവൺമെന്റ് ജോലി നഷ്ടപ്പെട്ടു. വിവാഹം മുടങ്ങി. എല്ലാം ഞാൻ കാരണം. നയന ഒന്ന് പതുക്കപ്ര. കഴിഞ്ഞത് കഴിഞ്ഞു. വീണ്ടും ആ കേസ് കുത്തിപ്പൊക്കണ്ട. എന്നാൽ ഇനി യാത്രയില്ല. പോട്ടെ. ജിത്തു, നീ മഹാനാണ് ജിത്തു. വളരെ വളരെ മഹാനായ മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുവാനും ഈ ഭൂമിയിൽ നിനക്ക് മാത്രമേ പറ്റൂ. നീ എവിടേക്കും പോരുതടാ. നീ ഇവിടെ തന്നെ വേണം. യുവാക്കളുടെ ജിത്തുബായിയായി, കുട്ടികളുടെ ചോക്ലേറ്റ് ബായിയായി. നിന്നെ പോലത്തൊരു മകനെ എനിക്ക് ദൈവം തന്നില്ല. പക്ഷെ നിന്നെ എനിക്ക് വേണം, എന്റെ മരുമകനായി. ജിത്തുബായിക്ക് 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 ജിത്തുബായിക്ക്. കൃഷ്ണ ഭജം നാമം നാമം കൃഷ്ണ നാമം ജപം ജപം കൃഷ്ണ ജപം തപം തപം കൃഷ്ണ തപം. ഗുരുവായൂർ കണ്ണലെ വാഗച്ചാർത്ത് കാണേണ്ടേ, അങ്ങിലെ തൃശൂർ പൂരം കണ്ണിറ